എനിക്ക് ഭയങ്കര പനി. ഞാൻ എന്റെ ഇടയ്ക്കൂടെ ക്ലാസ്സിൽ കയറിയത്, ഇന്ന് പോയില്ലായിരുന്നു, അതുകൊണ്ട് കയറിയതാ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കേറിയ സമയത്ത് ഒരു കൺഗ്രാറ്റ്സ് എന്ന മെസ്സേജ് കണ്ടേ. എന്താണ് കൺഗ്രാറ്റ്സ്? ആർക്കാ? അതന്നെ എനിക്കും മനസ്സിലായില്ല എന്തിനാണെന്ന്. ഒരു കുട്ടി ഇതില് കിരൺ കാണുന്നത് മാരേജ് ഫിക്സ് ആയി എന്ന് പറഞ്ഞേ. കീർത്തിന്റെ ആണോ? കിരൺ MP എന്നാണ് കാണുന്ന പേര്. കീർത്തി. ടീച്ചർ ഫുഡ് കഴിച്ചോ? ആക്ച്വലി ഞാൻ സത്യം പറയുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പകുതി കഴിച്ചിട്ടാണ് ക്ലാസ്സിൽ കയറിയത്. അത് കഴിഞ്ഞപ്പോ അടുത്ത ക്ലാസ്സിൽ കയറുന്നത്. ആ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇപ്പോഴാണ് ഫിനിഷ് ചെയ്തത്. വേസ്റ്റ് ചെയ്തല്ലോ നമ്മള്. മിസ്സേ, നമ്മുടെ PGയുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേറെ നമ്പർ ഉണ്ടോ? അതോ നമ്മൾ മുന്നേ അയച്ച നമ്പറിൽ തന്നെ അയച്ചാൽ മതി? ഞാൻ അതിലാണ് അയച്ചു വെച്ചിരിക്കണേ. അയച്ചു വെച്ചിട്ട് ഇപ്പൊ 2 ദിവസമായി. വേറെ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിലേക്കൊന്ന് അയക്കാമായിരുന്നു. PGയുടെ ക്ലാസ് റൂമിൽ കിടക്കുന്നുണ്ട്. ഈ നമ്പറിലേക്കാണ് അസൈൻമെന്റ് അയക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് PG ക്ലാസ് റൂമിൽ കിടക്കുന്നുണ്ട്. അസൈൻമെന്റ് എങ്ങനെയാ അയക്കേണ്ടതെന്ന് പറയണോർക്ക് അവിടെ നോക്കിയാൽ കാണും കേട്ടോ. ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിടാം. ഓക്കെ Okay, so we can start, please. ഓക്കെ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഞാനാണ് പ്രയർ പാടുന്നത്. ജിഷ എന്നാണ് പേര്. The night is dark, condemned far from home. Lead me on, keep to my feet. I do not ask to see the distance in what's whispered over me. So long thy power hath blessed me. Sure it will lead me on, over moor and fen, o'er crag and torrent, till the night is gone. And with the morn, those sanctal faces mine, which I have loved alone, since I lost a while. സൂപ്പർ ആയിരുന്നു കേട്ടോ. അതെ, ഞാൻ എന്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് ചെയ്യുന്നത്, അപ്പൊ അതാണ് ആ ഒരു എഫക്റ്റ് ഇട്ട് ചെയ്തത്. എക്കോ ഫീലൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ. താങ്ക് യു. എന്താ ചെയ്യണ സ്റ്റുഡിയോ എന്ന് പറയുന്നത്? ഞാൻ റേഡിയോ ജോക്കിയാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു FM ചാനലുണ്ട്. എന്നാ പിന്നെ ഈ സൈൻ ഇൻ സൈൻ ഔട്ട് ഒന്ന് കാണിച്ചു കൊടുത്തുണ്ടായിരുന്നോ? റേഡിയോ ജോക്കിക്കൊക്കെ ഇതുവരെയായിട്ട് സൈനിങ് ചെയ്യാൻ വന്നിട്ടേ ഇല്ല. ഞാൻ വന്നിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രെയർ തന്നെ ചെയ്യുന്നത്. സൈൻ ഇൻ സൈൻ ഔട്ട് ജിഷയേക്കാളും നന്നായിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേറെ ആരുമില്ല. തീർച്ചയായും ചെയ്യാം. നാളെ മറ്റന്നാളും അത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എന്തായാലും ചെയ്യാം. ഏത് ചാനലാ? റേഡിയോ രംഗം എന്നാണ് പേര്. ആപ്ലിക്കേഷനിലൂടെയാണ്, പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷനിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ സപ്പോർട്ടിംഗ് പേജ് ഫേസ്ബുക്കിലാണ്. അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളും പ്രശസ്തരായ എഴുത്തുകാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നതെല്ലാം ഫേസ്ബുക്കിലൂടെ ലൈവായിട്ടാണ്. രാത്രി 8 മണിക്കാണ് എല്ലാ ലൈവുകളും ഉള്ളത്. അപ്പൊ ഇപ്പൊ കുറച്ചു നാളുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. മോണ്ടിസോറി ആയിട്ട് ഒന്ന് കണക്ട് എന്തായിരുന്നു ടീച്ചറാണോ ഇഷ്ടമാണോ?
ടീച്ചറാവാൻ പണ്ടും ഇഷ്ടമായിരുന്നു. പക്ഷെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ജോലിക്ക് ചേർന്നതിന് ശേഷം RJ ആയതിനു ശേഷം ഇപ്പം 7-8 വർഷമായിട്ട് തുടരാം. അപ്പം അതിനിടയിൽ പിന്നെ പഠിക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ BA കഴിഞ്ഞാണ്. അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഒരു പരസ്യം വന്നപ്പോൾ എനിക്കത് പഠിക്കണമെന്നൊരാഗ്രഹം. കുട്ടികളുമായിട്ട് കൂടുതലായിട്ട് അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ എല്ലാ സ്കൂളുകളും ക്ലാസ് എടുക്കാനൊക്കെ പോകും. കുട്ടികൾക്ക് വായന ദിനമായിട്ടും അങ്ങനെയുള്ള ക്ലബ്ബുകളുടെയും ഒക്കെ കാര്യത്തിന് പോകാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുന്നത് അല്ലേ എന്ന് തോന്നിയിട്ടാണ് ജോയിൻ ചെയ്തത്. ഓക്കെ മാഡം. കുട്ടികളിനൊക്കെ അവിടെ പിടിച്ചിരുത്താൻ പറ്റൂലേ? ഒരുവിധം കഥയൊക്കെ പറഞ്ഞവരെ ഒന്ന് പിടിച്ചിരുത്താൻ പറ്റും. ഭയങ്കര സൈലന്റ് ആയിട്ട് നിന്നിട്ടെ ഒരു ദിവസം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതെ. ഞാൻ കേൾക്കാറും കാണാറുണ്ട്. യഥാർത്ഥത്തിൽ എന്റെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ മോണ്ടിസോറി ഗ്രൂപ്പിലുള്ള ഒത്തിരി പേരുണ്ട്. നമ്മൾ എന്തും ഞാൻ അങ്ങോട്ടൊന്നും പറയില്ലെങ്കിൽ അവര് പറയുന്ന മെസ്സേജ് കേട്ടുകൊണ്ടാണ് ഓരോന്നും ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ ഞാൻ അതില് അധികം ഇടപഴകാത്തത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാം ചോദിക്കാൻ ഒരു മടിയൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടും. ഇപ്പൊ ഞാൻ എന്തിനാ മാറി നിൽക്കുന്നെന്ന് പറഞ്ഞ് ഓരോരുത്തരോടും ചോദിച്ചു. അങ്ങനെ എൻഗേജ്ഡ് ആയതാണെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഞാൻ സൈലന്റ് ആയിരുന്നുകൊണ്ട് പഠിച്ച് വർക്കൗട്ട് ചെയ്യേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നി നല്ല സുഹൃത്തുക്കൾ. നമുക്ക് എല്ലാപ്പോഴും എല്ലാവരും ഒന്നും പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനോ അല്ല അവരെ നമ്മളെക്കാളേറെ മുൻപിലേക്ക് എത്തുന്നത് കാണാനോ ആഗ്രഹിക്കാത്ത ഒരാളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ നിസ്വാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യുന്നവരായതുകൊണ്ട് തീർച്ചയായും എൻഗേജ്ഡ് ആവാന്ന് വിചാരിച്ചാണ്. ഓക്കെ മിസ്, സന്തോഷം. തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും. Thought of the day. Happiness is when what you think, what you say, and what you do are in harmony. നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും യോജിപ്പുള്ളതായിരിക്കുമ്പോഴേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. മഹാത്മാഗാന്ധി. Tiny. Divya. Let's start with good story. The story is Okay. named The Lion and the Poor Slave. There was once a slave who was treated cruelly by his master. One day he couldn't take it anymore and ran to the forest to escape. Friends, will you work for the others like a slave, taking some torture? Yes or no? No. Okay. Similarly, it was difficult for him to work like a slave. There he chanced upon a lion who couldn't walk because of the thorn in its paw. Although scared, the slave mastered his courage and took out the thorn in the lion's paw. If you were in the slave's position, would you remove the thorn from the lion's foot? No reply? Yes, some will Yes. some will take it and some will be afraid to take it. It will be like the courage of our mind. Yes, friends? Yes. Yes. Okay. When the lion was finally free of the thorn, he ran into the forest and didn't harm the slave. Sometimes later, the slave was caught by his master along with some animals in the forest. The master then ordered the slave to be thrown into the lion's den. When the slave saw the lion, he recognized it was a lion he helped in the forest. The slave was able to escape the den unharmed and he freed all other animals. What do you guys understand from this? Nobody understand? എടാ ഇത് ഞങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു തരുമോ? അതാണ് സത്യം. The good
The good you do. 1 minute, ma'am. 1 minute. മാസ്ക് ഒക്കെ വെച്ച് ദിവ്യ ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടെ മനസ്സിലാകാൻ എളുപ്പമായിരുന്നു. സ്ലാങ് തന്നെ മാറിപ്പോയി. ഇംഗ്ലീഷിലാണെങ്കിലും ഒരു മാസ്ക് ഒക്കെ വെച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിഷ്വൽ, ഇപ്പൊ നമ്മൾ ഓഡിറ്ററി സെൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഓഡിറ്ററി സെൻസ് വീക്കാണ്, മീൻസ് നമുക്ക് മനസ്സിലാവുന്നില്ല ലാംഗ്വേജ് സ്ലാങ് എല്ലാം. സോ അത് ഒരു വിഷ്വലൈസിങ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ. സ്ലേവ് എന്നല്ലേ പറഞ്ഞേ? SLAVE, സ്ലേവ് അടിമ എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാനും അങ്ങനെ മനസ്സിലാക്കി. Continue. യെസ് ഡാ. സ്ലേവ് രക്ഷപ്പെട്ട് പോയിട്ട് ഫോറസ്റ്റിൽ ചെന്നു. ഫോറസ്റ്റിൽ ഒരു ലൈനെ രക്ഷിച്ചു. ലൈനിന്റെ കാലിന്റെ അടിയിൽ നിന്ന് ഒരു മുള്ളെടുത്തിട്ടാണ് ആ ലൈന് നടക്കാൻ പറ്റുന്ന അവസ്ഥയാക്കി കൊടുത്തു. അതിന്റെ നന്ദി കാരണം ആ സ്ലേവിന്, അടിമേനെ ഒന്നും ചെയ്യാതെ ആ ലൈൻ വിട്ടു. എന്നിട്ട് അവിടെ നിന്ന് തന്നെ എന്താണ് സ്ലേവിന്റെ, അടിമയുടെ മുതലാളി അവനെ അവിടെ നിന്ന് പിടികൂടുകയും കുറെ എനിമൽസിന്റെ ഒപ്പാണ് ഫോറസ്റ്റിൽ നിന്ന് അയാൾ അവനെ കൊണ്ടുവന്നു. അപ്പോ ആ അടിമേനെ രക്ഷപ്പെട്ടു പോയതിന്റെ ദേഷ്യം ആ മുതലാളി എങ്ങനെയാ കാണിച്ചത്? ആ ലൈനിന്റെ കൂട്ടിലേക്ക് അവനെ എറിഞ്ഞു കൊടുക്കുക ചെയ്തത്. പക്ഷെ ലൈന് ഒന്നും അവനെ ചെയ്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ രക്ഷപ്പെടുത്തിയതായിരുന്നു അടിമ. അതുകൊണ്ടാണ്. The good you did will always have a word to returning to you. So do good deeds and be kind to others, and the world will be kind to you. So do you try to include everything good in what you do? Okay, friends? എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലത് ഉൾപ്പെടുത്തണം എന്നാ പറഞ്ഞത്. അപ്പൊ നല്ലത് ചെയ്തു തോന്നാ നമുക്ക് റിട്ടേൺ ആയിട്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഞങ്ങൾ പറയായിരുന്നു അത് ഓൺ ചെയ്ത് മാസ്ക് ഒക്കെ ഇട്ട് പറയുമ്പം ആ വിഷ്വൽ സെൻസ് അത് കുറച്ചുകൂടെ മനസ്സിലാകാൻ എളുപ്പമായിരുന്നു. ഈവൻ ദോ ലാംഗ്വേജ് ഇംഗ്ലീഷിലാണെങ്കിൽ പോലും വിഷ്വലൈസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലായി. ഒരു സ്റ്റോറി കണ്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായി, കേട്ടിരിക്കുന്നതിലും കൂടുതൽ അത് അനുഭവിക്കാനുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ദിവ്യയുടെ വോയിസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഫേഷ്യൽ എക്സ്പ്രഷനും കൂടെ ഒക്കെ കാണുവാണെങ്കിൽ രസത്തെ. അതെ അല്ലേ? നെക്സ്റ്റ് ടൈം എന്തായാലും ട്രൈ ചെയ്യാം. സോ വെൽക്കം ടു ടുഡേസ് ക്ലാസ് ടു ഓൾ ദ ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് അവർ ഡിയർ മിസ് ജിഷ. So this occasion we wish all the best and a great week to our committee members of the week, Jismul, Farsana and Sara. Okay, thank you all. Okay. നിങ്ങൾക്ക് പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. ഒരു അസൈൻമെന്റ് തരാനായിരുന്നു പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്യാൻ. എല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യോ? അല്ല, വേറൊന്നും അല്ല. പാർട്ട് 4 ലൈക്ക് ഇപ്പൊ എവിടം വരെ? എന്താ പാർട്ട് 1 കംപ്ലീറ്റ് അല്ലേ? അല്ലല്ലോ. പാർട്ട് 1 ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയി. ആതിര മിസ്സിന്റെ ഒക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും. പാർട്ട് 2 പാർട്ട് 2 വന്നിട്ട് ഇംഗ്ലീഷ് അല്ലേ? മൊഡ്യൂൾ 2. പാർട്ട് 2 ഞാൻ ഒന്ന് ചോദിക്കാം. മോഡ്യൂൾ 1 പാർട്ട് 1 കംപ്ലീറ്റ് ആയോ? 8 യൂണിറ്റ്സ് ഉള്ളത് കംപ്ലീറ്റ് ആയോ? ഇല്ല, 3 ചാപ്റ്റർ കൂടെ. ഓ, ഏതൊക്കെയാ? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഹെൽത്ത് കെയർ, ചൈൽഡ് വെൽഫെയർ. അത് തുടങ്ങിയോ? ആരെങ്കിലും എടുക്കുന്നുണ്ടോ അത്? എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയർ എടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ. പാർട്ട് 2 എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? പാർട്ട് 2 ആതിര മിസ് എടുക്കുന്നുണ്ട്. 2 ചാപ്റ്റർ ഉള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സൈക്കോളജി. അതും കൂടി ഇനി എടുത്താൽ മതിയോ? തീരുവോ? സോ നീഡ്സ്, ഡിഫൻസ് മെക്കാനിസം അതെല്ലാം കഴിയും. നീഡ്സ് ഇപ്പൊ എടുത്തോണ്ടിരിക്കല്ലേ? തീർന്നോ?
അമൃത കൊറേ ആയല്ലോ കണ്ടിട്ട്. തീർന്നിട്ടില്ല. എനിക്കിപ്പോ റെഗുലർ ബാച്ച് കേറാൻ പറ്റുന്നില്ല. സമയം എന്തെങ്കിലും ഒരു ഇത് വരും, പകുതിയൊക്കെ കേൾക്കാൻ പറ്റും. അതുകൊണ്ട് റെക്കോർഡഡ് ക്ലാസ്സാ കേൾക്കുന്നത്. ഇപ്പൊ ഞാൻ ഓടി വന്നതാ. ഓക്കെ, സോ നിങ്ങൾക്ക് സൈക്കോളജി എടുക്കാനുണ്ട്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എടുത്തോ? എടുത്തു മിസ്. എടുത്തു മിസ്. അതെടുത്തു. എടുത്തു. ഓക്കെ, സോ ഞാൻ യൂണിറ്റ് 3 ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അല്ലേ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ മിസ്. പാർട്ട് 4 ആരും ടച്ച് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, ആരും എടുത്തിട്ടില്ല. ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. പാർട്ട് 4 ഒരു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഓൾമോസ്റ്റ് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന്റെയും ടൈം ഒക്കെ ആവുമല്ലോ. ഒരു അസൈൻമെന്റ് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചോദിച്ചത്, വേറെ ഒന്നുമല്ല കേട്ടോ. ആക്ച്വലി ആ ഒരു അസൈൻമെന്റ് ഞങ്ങൾ പഠിക്കുമ്പോൾ പി ജിക്കാർക്ക് മാത്രമാണ് ആ അസൈൻമെന്റ് പ്രൊവൈഡ് ചെയ്തത്. ബട്ട് എനിക്ക് തോന്നി പി ജി ഡിപ്ലോമ രണ്ടുപേർക്കും അത് തന്നാൽ നന്നായിരിക്കും തോന്നി. ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് ഈവെന്തോ ഡിപ്ലോമക്കാര് 2 മോഡ്യൂൾ ഇല്ലെങ്കിൽ പോലും ഈ ഒരു അസൈൻമെന്റും കൂടെ അവർ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും. ആ ഒരു 4-5 മോഡ്യൂളിൽ എന്താണ്, അത്രയും അസൈൻമെന്റിൽ വരുന്നില്ലെങ്കിലും ഒരു ചെറിയൊരു പിക്ചർ കിട്ടും. അതുകൊണ്ട് ആ ഒരു അസൈൻമെന്റ് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് പതുക്കെ നിങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതൊരു 10 ക്വസ്റ്റ്യൻസ് വരുന്ന അസൈൻമെന്റ് ആണ്. 10 ക്വസ്റ്റ്യൻസ് വരുന്ന അസൈൻമെന്റ് ഞാനൊരു ബുക്കിലാണ് ചെയ്തത്. 10 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഒരു ബുക്കിലാണ് ചെയ്തത്. സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത്. ലൈക്ക് ഞാൻ സാറിനോട് അത് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ബുക്ക് മുഴുവൻ ഉണ്ടായിരുന്നു അസൈൻമെന്റ്. ചെറിയ, അതായത് കോളേജ് നോട്ട് ബുക്കിന്റെ ചെറുത് സ്റ്റാർട്ട് ചെയ്യില്ലേ, ആ ഒരു സൈസിലുള്ളതാണ്. 120 പേജ് ചെറിയ നോട്ട്ബുക്കാണ്. ഇതിനെ തന്നെ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇതിന് ഞാൻ സെലക്ട് ചെയ്തിട്ട് 10 ക്വസ്റ്റ്യൻസ് എടുക്കുക ചെയ്തത്. 100 മാർക്സ് ആണ് ഈ ഒരു അസൈൻമെന്റിന്. ഇത് ബുക്കിൽ ചെയ്യാം, ന്യൂസ് പേപ്പറിൽ ചെയ്യുമ്പോൾ സെക്യൂർ ആയിട്ട് ഫയൽ ചെയ്യാം. കുറച്ചധികം പേപ്പർ വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അസൈൻമെന്റിന് മാർക്ക് ഉണ്ടോ ടീച്ചറെ? ഒരു ക്വസ്റ്റ്യന് 10 മാർക്സ് ആണ്. അങ്ങനെ 100 മാർക്സ് ആണ് ഈ അസൈൻമെന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് അസൈൻമെന്റ് ആണ് നിങ്ങളുടെ ത്രൂ ഔട്ട് ദിസ് കോഴ്സ്. പി ജിക്കാർക്ക് മാത്രം കൊടുക്കുന്നത്. ഞാനത് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് 2 പേർക്കും തരുന്ന രീതിയിലാണ് ഈ അസൈൻമെന്റ് ആക്കിയിരിക്കുന്നത്. അപ്പോ നമ്മളെ ഡിപ്ലോമക്കാർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പി ജിക്കാർക്ക് വേറെ ചെയ്യണോ? ഞങ്ങളെ പി ജിക്ക് ഉണ്ടല്ലോ, ചെയ്താൽ 2നും കൂടി മതിയാവോ? അല്ല, ഓൾറെഡി അതിന്റെ റിലേറ്റഡ് വേറെയും ചെറിയ ചെറിയ അസൈൻമെന്റ്സ് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വരുന്ന ടോപ്പിക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കി അത്യാവശ്യം വേണ്ടുന്നത് ഒരു 10 ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടാണ് ഈ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടും. പി ജിക്കാർക്ക് അതിന്റെ ബാക്കി അവരുടെ ഇതിനകത്ത് വരുന്നുണ്ട്. അല്ല ടീച്ചറെ, പി ജിക്കാർക്ക് ഇതേപോലെ നോട്ടിൽ തന്നെ എഴുതിയാൽ മതിയോ? 2 പേരും ഒരേപോലെയാണ് ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നോട്ട്ബുക്കിൽ ചെയ്യാം, ന്യൂസ് ഷീറ്റിൽ ചെയ്യാം, അസൈൻമെന്റ് പേപ്പറിൽ ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. സെക്യൂർ ആയിട്ട് വെക്കണമെന്നേ ഉള്ളൂ. മിസ് നമ്മള് ആക്ടിവിറ്റി ഇല്ലേ, ആക്ടിവിറ്റി ചെയ്യുന്ന ബുക്കിൽ ചെയ്താൽ മതി. അതായത് ഞാൻ ഇപ്പൊ ആക്ടിവിറ്റി ടീച്ചർ പറയാവുന്ന എല്ലാം പേപ്പറിലല്ലാതെ ഒരു വലിയ ബുക്ക് എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ എളുപ്പമല്ലേ. ആ ബുക്കിനകത്ത് ചെയ്താൽ മതിയോ? മതി. മിസ് ഇപ്പൊ ഞാനും അങ്ങനെ ചെയ്യുന്നത്. കാരണം ഞാൻ ഫസ്റ്റ് അസൈൻമെന്റ് പേപ്പറിൽ ചെയ്തിട്ടേ അത് നമ്മളെ എങ്ങനെയെങ്കിലും മിസ്സായി പോകും. അപ്പൊ ഒരു നല്ലൊരു ബുക്ക്, വലിയൊരു ബുക്ക് ഇതിനു വേണ്ടി വാങ്ങിയാല് നമുക്ക് അതിൽ എഴുതി എപ്പോഴും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റുമല്ലോ. തീരുമ്പോ അടുത്തതും ആക്കിയാലും മതിയല്ലോ. ദീപി എന്താ പറഞ്ഞു? മിസ് ഇപ്പൊ 2 മിസ് എടുക്കുന്നല്ലോ, ഒന്ന് അശ്വതി മിസ്സും ഒന്ന് ജിഷ മിസ്സും എടുക്കുന്നുണ്ടല്ലോ. അപ്പോ മിസ് ഒരു അസൈൻമെന്റ് പറയാ, അശ്വതി മിസ്സും വേറൊരു അസൈൻമെന്റ് പറയുമ്പോ 2 നോട്ട്ബുക്കിലായിട്ട് എഴുതണോ? അതോ ഇതിന് 2നും ഒരേ ഒരു ബുക്ക് മതിയോ അസൈൻമെന്റ് ചെയ്യാനായിട്ട്? അതിന് വേണ്ടിയിട്ട് അത്ര അധികം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബുക്ക് തീരുമ്പോ അടുത്തത് വാങ്ങുന്ന ആ ഒരു ചിന്തിച്ചാൽ മതി. അതായത് 2നും 2 ബുക്ക് വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. സഫിയ പറഞ്ഞതുപോലെ ഞാൻ പേപ്പറിലാണ് ചെയ്തത്. ഫസ്റ്റ് അസൈൻമെന്റ് ഞാൻ പേപ്പറിലാണ് ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോയി. അതിപ്പോ എൻ്റെ കയ്യിലില്ല. എനിക്ക് അതിന്റെ അസൈൻമെന്റിന്റെ എന്താണെന്ന് അറിയാം. നമ്മുടെ അബ്ദുൽ കലാമും മദർ തെരേസയും പിന്നെ ഒരു മഹാത്മാഗാന്ധിയും നമ്മുടെ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിരുന്ന തോട്ട്സ് ഉണ്ടല്ലോ, അതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ എഴുതി സബ്മിറ്റ് ചെയ്തു. പക്ഷെ അത് ആ പേജ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി.
അപ്പൊ ഇനി ന്യൂസ് എന്താ പേപ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ ശരിക്കും സെക്യൂർ ചെയ്ത് തന്നെ വെക്കണം. അത് 1-2 പേപ്പർ ആണെങ്കിൽ ഓക്കെ. ഇത് കുറേ പേപ്പർ ആകുമ്പോൾ നമുക്കത് സ്റ്റേപ്ലർ ഒന്നും ചെയ്യുന്ന അത്ര സുഖം ഉണ്ടാവില്ല. നമ്മൾ പിന്നെ സ്പൈറൽ ബൈൻഡിങ് കൂടുതൽ ഇൻവെസ്റ്റ് അത് ചെയ്യാൻ മാത്രമല്ല പേപ്പർ ഒക്കെ ആണെങ്കിൽ കൊച്ചുങ്ങളൊക്കെ കണ്ടിട്ട് അവർക്കാണെങ്കിൽ ഈ റോക്കറ്റ് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം എടുത്തോണ്ട് പോക്കളെ. അത് കൊള്ളാം. ഓക്കെ. ഓ ഫൈൻ. അപ്പൊ നമ്മള് മോഡ്യൂൾ 1-ലെ പാർട്ട് 3-ലെ യൂണിറ്റ് 3 ആയിരുന്നു. നിങ്ങൾക്ക് ഉടനെ തന്നെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. നോ വറീസ്. സബ്ജക്ട് വൈസ് ആയിട്ട് അയ്യോ എന്തെങ്കിലും പറ്റിയോ? മൊഡ്യൂള് കംപ്ലീറ്റ് ആയിട്ടല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഫസ്റ്റ് മൊഡ്യൂള് ഫുൾ കംപ്ലീറ്റ് ആവണേ എക്സാമിന്റെ വരുമോ? നമ്മൾ ഫസ്റ്റ് 2 ബാച്ചില് മൊഡ്യൂൾ ഫുൾ ആയിരുന്നു എക്സാം. നല്ല സ്ട്രെയിൻ ചെയ്യണമെന്ന് ഇത്തിരി ഒരു ടഫ് ആയി പോയി അത്. കാരണം അത്രയും കണ്ടന്റ് ഉണ്ടല്ലോ, നിറയെ പഠിക്കാനുണ്ട്. സോ ഞങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു, ഡിവൈഡ് ചെയ്തു, സബ്ജക്ട്സ് ആക്കി ഓരോ സബ്ജക്ട് വൈസ്. ഇപ്പൊ മൊഡ്യൂൾ 1-ലെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ 1, മൊഡ്യൂൾ 1-ലെ തന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി 1, അങ്ങനെ എടുക്കാനാണോ മിസ്? അങ്ങനെ ഇടാനാണോ? മോണ്ടിസോറി 1 അങ്ങനെയാണോ? ഡിവൈഡ് ചെയ്തത് പറഞ്ഞുതരാം. മൊഡ്യൂൾ 1-ലെ പാർട്ട് 1-ലെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ആ 8 ചാപ്റ്റേഴ്സ്, ഇത് വളരെ സിമ്പിൾ ആണല്ലോ. അപ്പൊ അത് ഒറ്റ സബ്ജക്ട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പാർട്ട് 2-ലെ ചൈൽഡ് ഡെവലപ്മെന്റ് മാത്രം, അതായത് യൂണിറ്റ് 1 തുടങ്ങി 5 വരെ അടുത്ത സബ്ജക്ട്. സൈക്കോളജി 6 തുടങ്ങി 10 വരെ അടുത്ത സബ്ജക്ട്. അപ്പൊ പാർട്ട് 2-ലെ നമ്മൾ 2 സബ്ജക്ട് ആക്കി, കാരണം അതിലുണ്ട് കണ്ടന്റ് ഉണ്ട് അല്ലെ. 2 സബ്ജക്ട് ആക്കി. പാർട്ട് 3 അഗെയിൻ 2 സബ്ജക്ട്സ്. ആ രീതിയിൽ സൈക്കോളജി മുതൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരെ തരും. അതിന്റെ ഇതാക്കിയിട്ട് നിങ്ങൾക്ക് തരും. ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തത് ഞാനൊന്ന് ഷെയർ ചെയ്തു. എന്നത്തേക്കായിരിക്കും മിസ്സേ ടൈം? എങ്ങനെ മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് ആയി തന്നത് മാത്രമാവില്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ കണ്ടന്റിൽ നിന്ന് എന്തും വരാം. ഞാൻ മെയിൻലി ക്ലാസ്സിലെ ഡിസ്കഷനാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഇടാറ്. പേടിക്കണ്ട, കണ്ടന്റിൽ നിന്നും ഉണ്ടാവും. ക്ലാസ്സിൽ നമ്മൾ ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ കുറെ കാര്യങ്ങൾ അതെല്ലാം ആയിരിക്കും. ഒരുപാട് ഡിഫിക്കൽട്ട് ഉള്ളതൊന്നുമില്ല ടീച്ചറെ. ഒരിക്കലും ഇല്ല ഡിഫിക്കൽട്ട്. ഇവിടെ ടഫ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാറില്ലേ? ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇടാറ് കേട്ടോ. അതെ, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരുന്ന പോലെ തന്നെയായിരിക്കും എക്സാം. മിസ്സേ, വളരെ വിജൃംഭിച്ച വാക്കുകളൊന്നും ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഇടരുത് പ്ലീസ്. എന്താന്ന് വെച്ചാൽ എനിക്ക് ഡിഫൻസ് മെക്കാനിസത്തിലെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. അതായത് ഡിഫൻസ് മെക്കാനിസത്തിൽ ക്വസ്റ്റ്യൻ വന്നിട്ട് കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. മറ്റുള്ളവർക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കുറച്ച് മോക്ക് ടെസ്റ്റ് വായിച്ചു നോക്കിട്ട് വേണം ഏത് മെക്കാനിസം. ഞാനൊരു 4-5 പ്രാവശ്യം വായിച്ചു നോക്കി. ഇത് തന്നെയാണോ? അതാണ് അത് കുറച്ച് എന്താ പറയാ, കുറച്ച് ഒരു കട്ടിയുള്ള ഒരു ഇംഗ്ലീഷ് ഒരു വാക്കുകൾ. അത് കാരണം മൈൻഡിൽ അത്ര മനസ്സിലാവുന്നില്ല. ആതിര മിസ് തന്നെയാണ് എടുത്തത്. പക്ഷെ എടുക്കുന്ന സമയത്ത് മനസ്സിലായി, കുഴപ്പമൊന്നുമില്ല. മെക്കാനിസം പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി. പക്ഷെ മോക്ക് ടെസ്റ്റിന്റെ ആ ക്വസ്റ്റ്യൻ വന്നപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കുറെ എന്നിട്ട് വായിച്ചിട്ടാണ് 9 മാർക്ക് അങ്ങാണ്ടാ കിട്ടിയത്. ഓരോ മെക്കാനിസത്തിനും അതിന്റെ ഒരു ടീച്ചർ അതിനൊരു എക്സാമ്പിൾ സഹിതമാണ് ഇട്ടത്. അപ്പൊ അത് ഏത് മെക്കാനിസം ആണ് നമ്മൾക്ക് മനസ്സിലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വായിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതെ, അത് മാത്രമല്ല ഈ റെക്കോർഡഡ് ക്ലാസ് മാത്രം ഇരുന്ന് കുറെ കേൾക്കുമ്പോഴത്തേക്ക് ഭ്രാന്ത് പിടിക്കും. അത് ശരിയാ. ഒരു ക്വസ്റ്റ്യൻ പറയാമോ ഡിഫൻസ് മെക്കാനിക്സിലെ? ഓർമ്മയില്ല. ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ, പറയൂ. ഡിഫൻസിലെ ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. മറ്റേ മിസ് ഞാൻ പറയാം. പറഞ്ഞു. ഏത് ക്വസ്റ്റ്യൻ ആയാലും മതിയോ?
ഡിഫൻസ് മെക്കാനിസം ടീച്ചർ പറയില്ലേ? മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ പറയുന്നത്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. A child who falls in studies excels to music to save his ego. What kind of defense mechanism is seen here? മിസ് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളോട് അത് മനസ്സിലാക്കാൻ പറഞ്ഞത് നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. അങ്ങനെയാണല്ലോ ശരി. കോമ്പൻസേഷൻ ആണ് ആൻസർ വരുന്നത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, bad things happen to me in my part but I have unconsciously buried them deep in my mind. Identify the defense mechanism. അത് റിപ്രഷൻ. ഇനി വേണോ മിസ്സേ? ഇല്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോടാ, സാറ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. അതാണ് കൺഫ്യൂഷൻ ആക്കിയത്. Sarah feels uncomfortable in flying. Sarah feels uncomfortable in flying but tries to convince her brother that it is in fact he who was a Phobia of air travel. Which phobia defense of air mechanism travel. is this? Defense mechanism is this. Projection. വേറൊന്നിലേക്ക് ഇത് ഡീവിയേറ്റ് ചെയ്യിക്കുന്ന ടൈപ്പ്. അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ആൻസർ കാണാം. അല്ലെങ്കിൽ അപ്പൊ ഇത്തവണ എക്സാമിന് എത്ര മൊഡ്യൂൾ, എത്ര സബ്ജക്ട് കാണും? അല്ല, അതിന്റെ ടൈം ടേബിൾ ഇടുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഞാനിപ്പോ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടി ഒരു മോഡ്യൂൾ മുഴുവനായിട്ടല്ല, ഇങ്ങനെ സബ്ജക്ട് വൈസ് ആയിട്ടായിരിക്കും എക്സാം. അതാകുമ്പോൾ ചെറിയ ഗ്യാപ്പോ അങ്ങനെ പഠിക്കാനുള്ള സമയം. അത് നന്നായി, കാരണം ഡിഫെൻസീവ് ഒക്കെ കുറച്ച് കൂടുതലുള്ളതാണ് കൊണ്ട് പഠിക്കാൻ. എപ്പോഴത്തേക്കായിരിക്കും മാം എക്സാം വരുന്നത്? അറിയില്ല, അതിന്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഓരോ ക്ലാസ്സിനും ഏത് പോർഷൻസ് ആയി എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മിസ്. ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം, നമ്മുടെ എക്സാം ഫിനിഷ് ആക്കണം എന്നൊക്കെ ഉണ്ടാവോ? ടൈം ഉണ്ട്. ലൈവ് ആയിട്ടാണല്ലോ. നിങ്ങളുടെ വീഡിയോയും ഓൺ ചെയ്ത് ലൈവ് ആയിട്ടാണല്ലേ? മോക്ക് ടെസ്റ്റ് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ എഴുതി സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ. ഇത് ഈ ടൈമിൽ തന്നെ എക്സാം ലൈവ് ആയി തന്നെ. ലൈവ് ആയിട്ട് പറയുമ്പോൾ ഇപ്പൊ നമ്മളെ റെക്കോർഡഡ് ക്ലാസ്സിൽ അതുപോലെയാ? അതെ, നിങ്ങൾക്ക് ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് തരും ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. അതിൽ കയറിയിട്ട് മറ്റേ എക്സാമിനുള്ള ഗൂഗിൾ ലിങ്ക് തരും. അപ്പൊ രണ്ടും അത് ക്ലിക്ക് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ വീഡിയോയും ഓൺ ചെയ്ത് വെക്കണം. ഫെബ്രുവരിയിൽ ഉണ്ടാവോ എക്സാം? ഫെബ്രുവരി ജനുവരിയോ ഫെബ്രുവരിയോ അങ്ങനെ ഉണ്ടാവോ? കാണണമല്ലോ, കാരണം ഇപ്പൊ കുറെ പോർഷൻ കഴിഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ 3 സബ്ജക്ട്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെ, ഇപ്പൊ സബ്ജക്ട് ആണെങ്കിൽ പാർട്ട് 1 കഴിഞ്ഞു അല്ലെ? പാർട്ട് 1 കഴിഞ്ഞില്ലേ? പാർട്ട് 1 കഴിഞ്ഞു. കുറച്ച് ലെസൺസ് ഉള്ളൂ എടുക്കാനായിട്ട്. ഈ പാർട്ട് 3 മാത്രമേ ഉള്ളൂ തീരാൻ വിഷമം. അതുകൊണ്ടാണ് 6 months എടുക്കുന്നത് മോഡ്യൂൾ 1 തീരാൻ. പാർട്ട് 3ന്റെ കണ്ടന്റ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ്. സോ നമുക്ക് നോക്കാം. പാർട്ട് 3 ജിഷാമിസ് മാത്രമല്ലേ എടുക്കുന്നത്? ഞാൻ പാർട്ട് 3 കുറെ ഉള്ളത് കാരണേ ചിലപ്പോ ചില പോർഷൻസ് അവരാരെങ്കിലും എടുക്കേണ്ട വരും. ഞാൻ തീരില്ല അല്ലെങ്കിൽ. ടീച്ചറാണെങ്കിൽ ആഴ്ചയിൽ ഒരൊറ്റ ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കഴിയാത്തത്. ഒരു ദിവസമേ ആ വരുന്ന ദിവസമൊക്കെ ഞങ്ങള് സംശയങ്ങളുമായിട്ട് മുന്നിൽ വരും. പിന്നെ എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും? ഇത് കുഴപ്പമില്ല, എന്തായാലും നോക്കാം. ഓക്കെ, നമ്മള് യൂണിറ്റ് 3 ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എവിടെ വരെ ആയിരുന്നു പറയാം? റെപ്പിറ്റേഷൻ കഴിഞ്ഞു. ലവ് ഓഫ് റെപ്പിറ്റേഷൻ ആണോ? അതോ ഈ റെപ്പിറ്റേഷൻ അല്ല വേറെ ആയിരുന്നു തോന്നുന്നു അല്ലേ? ഇതൊക്കെ കഴിഞ്ഞല്ലേ? ആ പവർ ഓഫ് വിൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റേജ് റെപ്പിറ്റേഷൻ. യെസ്. യൂണിറ്റ് 1 എടുത്തിട്ട് യൂണിറ്റ് 3. പേജ് നമ്പർ എത്രയാ? അല്ലേ? 93. ഓക്കെ,
സോ മറിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസിനെ കുറിച്ച് നമ്മൾ പറയുമായിരുന്നു, മീൻസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റില്. അതായത് മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് റെപ്പിറ്റേഷൻ അവർ വല്ലാതെ എൻജോയ് ചെയ്യുന്ന പറയുന്നത്. വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ചില ആക്ടിവിറ്റീസ് അവർ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞിരുന്നോ? മിസ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? അയ്യോ ഇല്ല അല്ലേ, ഇല്ല 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 ചെയ്തു എന്ന് വിചാരിച്ചു. ത്രീ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഫസ്റ്റ് സ്റ്റേജ് റെപ്പിറ്റീഷൻ. കുട്ടികൾക്ക് എപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അഡൾട്ടിനെയും കുട്ടീനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അഡൾട്ടിന് ഒരു ജഗ്ഗിലേക്ക് വെള്ളം ഒഴിക്കുന്നത് അഡൾട്ടിന് അതൊരു നോർമൽ കാര്യമാണ്. അവര് സ്പീഡിൽ അത് ചെയ്യും, അവർക്ക് ആ എൻഡ് റിസൾട്ട് ജഗ് ഫില്ലാക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കുട്ടി അതിലെ ഓരോ പ്രോസസ്സും എൻജോയ് ചെയ്യും, വീണ്ടും അത് ചെയ്യാൻ നോക്കും. ഇപ്പൊ നമ്മള് 2 ഗ്ലാസ് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം കൊടുക്കുവാണെങ്കിൽ അവരത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെയൊക്കെ സ്പിൽ ഔട്ട് ആവും, പക്ഷെ അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. പിന്നെ ഒരു ആഫ്റ്റർ 3 years എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ ഒരു ടാസ്ക് ആയിട്ട് ഇവരെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടില് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് സ്റ്റോർ ചെയ്യുന്ന ജഗ്ഗിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് അത് നിറച്ച് വെക്കണം. അപ്പം പുറത്തേക്ക് പോകാതെ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടെ അതിന്റെ ഒരു ഭാഗമാകുമ്പോൾ അവർ ശ്രദ്ധിക്കും. അതായത് കൊച്ചു കൈകൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നു, സ്പിൽ ഔട്ട് ആവുന്നു. നമ്മളുടെ ഒരു സപ്പോർട്ട് ഒരു ഫണൽ പ്രൊവൈഡ് ചെയ്യുന്നു. സോ അവർ ഭയങ്കര ഹാപ്പി ആവും. സ്പിൽ ഔട്ട് ആവാതെ കറക്റ്റ് ആ ഒരു ഫണലിലൂടെ അവർ വെള്ളം ആ ജഗ്ഗിൽ ഫിൽ ചെയ്ത് വെക്കുന്നു. അപ്പൊ അവരതിങ്ങനെ ആ ഒരു പ്രോസസ് ഫണലെടുക്കുന്നതും വെക്കുന്നതും വെള്ളം ഒഴിച്ച് അത് ആ ലെവൽ എവിടം വരെ വരുന്നുണ്ടെന്ന് നോക്കുന്നതും എല്ലാം അവർ എൻജോയ് ചെയ്യുവാണ് ആ ഒരു പ്രോസസ്. ഈവൻ സ്പിൽ ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മോപ്പ് വെച്ച് തുടച്ച് വൃത്തിയാക്കാനും അവർക്കൊരു അവരൊന്ന് ഗൈഡ് ചെയ്യുമ്പോൾ അവരതും നല്ല നീറ്റായിട്ട് ചെയ്യും. സോ അപ്പൊ ഡിപ്പെൻസ് കമ്പയർ നമ്മൾ ചെയ്യുമ്പോൾ അഡൽട്ടിനെയും കുട്ടികളെയും കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾ ആ ആക്ടിവിറ്റി ആ ഒരു പ്രോസസ് എൻജോയ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അവരത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നു. സെവറൽ ടൈംസ് അവർ ആ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യും. അപ്പൊ മറിയ മോണ്ടിസോറി സ്കൂളിൽ അവരെ കൊണ്ട് ചെയ്യിച്ചത് കൈ കഴുകുക, കൈ നല്ല ക്ലീൻ ആക്കി വെക്കുക, വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം വേണ്ടുന്ന അവരുടെ ഹൈജീനിന്റെ ഭാഗം, അവരുടെ ഗുഡ് ഹാബിറ്റ്സിന്റെയും ഗുഡ് മാനേഴ്സിന്റെ ഒക്കെ ഒരു ഭാഗം തന്നെയാണല്ലോ. സോ അത് അവർ എൻജോയ് ചെയ്ത് അവർ റിപ്പീറ്റ് ചെയ്ത് ഈവൻ ദോ കൈ ക്ലീൻ ആയാലും അവരത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കത് താല്പര്യമുള്ളതുകൊണ്ട് സെവറൽ ടൈംസ്. ഓക്കെ, അങ്ങനെ ആ ഒരു റിപ്പീറ്റേഷൻ വരുന്നു. പിന്നെ കൺട്രോൾ ഓവർ ഹിംസെൽഫ്. ജഗ്ഗില് വെള്ളം ഒഴിക്കുന്നത് ഫസ്റ്റ് ടൈം ഒഴിച്ചു, കുറച്ച് വെള്ളം പുറത്തേക്ക് പോയി. സെക്കൻഡ് ടൈം അവർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കും വെള്ളം പോവാതെ. സോ the child is acquiring control over himself and the surrounding. ശ്രദ്ധിക്കും, അവരെല്ലാമായിട്ട് ശ്രദ്ധിച്ച് വളരെ അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇത് അവരുടെ സൈക്കിക് ഡെവലപ്മെന്റിന് വളരെ നല്ലതാണ്. അതേസമയം നമ്മൾ അത് ഡിസ്റ്റർബ് ചെയ്യുവാണ്, എന്തിനാ നീ വെള്ളം എടുക്കാൻ പോയത്, അല്ലെങ്കിൽ അവിടെ മുഴുവൻ ഒഴിച്ചാകെ വൃത്തികേടാക്കി പറയുമ്പോൾ അത് അവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും. സോ അത് അവരുടെ ഡെവലപ്മെന്റിനെ താഴേക്ക് വലിക്കും. അപ്പൊ ഒരു കോൺഫിഡൻസ് ലെവൽ എല്ലാം താഴേക്ക് പോകും, ലോ ആകും. ഓക്കെ, നമ്മൾ പറഞ്ഞവരുടെ ഒരു അൺകോൺഷ്യസ് സ്റ്റേജ് ഉണ്ട് 0 to 3 years. അതിൽ നിന്നും വളരെ സ്ലോലി ആയിട്ട് കോൺഷ്യസ് സ്റ്റേജിലേക്ക് മാറുന്നു. ഇതൊരു സ്ലോ പ്രോസസ് ആണെങ്കിലും ദറ്റ് ഇസ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ്. എവറി ടൈം കുട്ടി എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡും ആയിരിക്കും. അങ്ങനെ കോൺഷ്യസ് സ്റ്റേജിൽ കുട്ടി ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് തുടങ്ങും. കുട്ടിയെ എൻകറേജ് ചെയ്യിച്ചുകൊണ്ടിരിക്കണം. നമ്മളൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ കുട്ടിക്ക് ഒരു മോട്ടിവേഷനും ആ ഒരു സമയത്ത് കിട്ടും. അങ്ങനെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുടെ എഫേർട്ട്, മാക്സിമം എഫേർട്ട് എടുക്കുന്നു, അഡാപ്റ്റ് ചെയ്യുന്നു. എടുത്തിരിക്കുന്ന ടാസ്കിന്റെ ലിമിറ്റേഷൻസ് എന്ത് തന്നെയാണെങ്കിലും അതുമായിട്ടും അഡാപ്റ്റഡ് ആവും. ഇപ്പൊ ജഗ്ഗിന്റെ വലുപ്പം കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഒഴിക്കുന്ന പാത്രത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെല്ലാം ലിമിറ്റ്സ് ഉണ്ടോ, ഫണൽ അത് നേരെ ഇരിക്കുന്നില്ല, ഫണൽ ഒന്ന് പിടിക്കാനായിട്ട് നോക്കണം, അങ്ങനെ അതൊക്കെ അങ്ങനെയല്ല എന്തെല്ലാം ചെയ്യുന്ന ടാസ്കിൽ എന്തെല്ലാം ലിമിറ്റ്സ് ഉണ്ടോ അതുമായിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്ത് മാക്സിമം ഈ എൻഡേഴ്സ് മാക്സിമം എഫേർട്ട് എടുക്കുന്നു. അങ്ങനെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വളരെ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുമ്പോൾ അവനിൽ സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുവാണ്. അതാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്, സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നത്.
അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആവുകയാണ്. ഓരോ കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ കൺട്രോൾ ഓവർ ഹിംസെൽഫ്, അങ്ങനെ ഒരു ഡിസിപ്ലിൻ മാനറിലാകും ആ ഒരു വേ ഓഫ് ലൈഫ്. ചെയ്യുന്ന ആക്ടിവിറ്റി ഒരു ഡിസിപ്ലിൻ മാനറിലാവും. അപ്പൊ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നു അതെല്ലാം ഒരു ഡിസിപ്ലിൻ മാനറിലായിട്ട് വരും. ഓക്കെ, അങ്ങനെ ഡിസിപ്ലിൻ വന്ന നെക്സ്റ്റ് ആ ഒരു ഓർഡർ വന്നു, ഡിസിപ്ലിൻ ആയി, ഒബീഡിയൻസ് ആകുന്നു, ഒരു ഒബേ ചെയ്യാൻ തുടങ്ങുന്നു. ദേ നോ ദാറ്റ് ഇത് ഞാൻ ഇതുപോലെ ചെയ്യണം, ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഗൈഡൻസ്, നമ്മുടെ എൻകറേജ്മെന്റ്, ഇതെല്ലാം അവരെ ഡിസിപ്ലിനിലേക്കും ഒബീഡിയൻസിലേക്കുമാണ് ലീഡ് ചെയ്യുന്നത്. കപ്പാസിറ്റീസ് അല്ലെങ്കിൽ കേപ്പബിലിറ്റീസ് അതെല്ലാം മാക്സിമം യൂസ് ചെയ്യുന്നു, റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു സെൽഫ് കൺസെപ്റ്റ്, ഒരു കുറെ കാര്യങ്ങൾ, കുറെ നോളജ് അക്വയർ ചെയ്യുന്നു. പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ നമ്മള് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ബീൻസോ എന്തെങ്കിലും പൾസസോ ഒരു കണ്ടെയ്നറിലേക്കോ എന്തിലേക്കെങ്കിലും ഇടുമ്പോൾ അത് സ്പിൽ ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികളെ എന്ത് ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മാറ്റ്സ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രാക്ടിക്കൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ, അതായത് വെള്ളം ഒഴിക്കുക, പൾസസ് സ്റ്റോർ ചെയ്യുക, ഇതൊക്കെ ആണെങ്കിൽ അവിടെ ട്രേ ഉണ്ടാവും, ട്രേ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ട്രേയിലേക്കായിരിക്കും സ്പിൽ ഔട്ട് ചെയ്ത് വീഴുന്നത്. അപ്പൊ അവർക്കറിയാം ആ ട്രേയിൽ നിന്ന് എടുത്ത് പോയാൽ വേണം അത് നാശമായി പോയി അത് കളയേണ്ടി വരും. സോ ഇങ്ങനെ ട്രേ വെച്ച് കൊടുക്കും. അപ്പൊ ട്രേയിലേക്ക് വീഴുമ്പോൾ അതിൽ നിന്ന് അവര് അത് പിക്ക് ചെയ്ത് അവർ തിരിച്ച് കണ്ടെയ്നറിലേക്ക് ആക്കി വെക്കുക. അപ്പൊ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാം അവരിൽ വരുന്നു. സോ സെൽഫ് ഡിസിപ്ലിൻ പെർഫോം ചെയ്യുന്നു. നെക്സ്റ്റ് അതിന്റെ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഒബീഡിയൻസ് ആയിരിക്കും വരുന്നത്. തേർഡ് സ്റ്റേജ് ആയി ഒബീഡിയൻസിലേക്ക് പോകുന്നു. ഹലോ ടീച്ചർ, സെക്കൻഡ് സ്റ്റേജ് ഒന്നുകൂടി പറയോ? സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു കുട്ടി റിപ്പീറ്റ് ചെയ്യുന്നു, ആക്ടിവിറ്റി ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു തടസ്സങ്ങളൊന്നും കൊടുക്കാതെ കുട്ടി ആ ഒരു പ്രോസസ് നല്ല ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് അലോ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി മൂവ് ഇൻ ടു ദിസ് സൈക്കിക് ഡെവലപ്മെന്റ്. ആ ഒരു സൈക്കിക് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പൊ അങ്ങനെ ഓരോ ആക്ടിവിറ്റി പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ആ ഒരു കൺട്രോൾ കിട്ടും, പവർ ഓഫ് കൺട്രോൾ. അപ്പൊ ആദ്യമായിട്ട് ബ്രഷ് ചെയ്യാൻ കൊടുക്കുന്നു, അവര് ശരിയായി ചെയ്യുന്നില്ല, പിന്നെ അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ ഓരോ പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും അതിൽ മാക്സിമം അവരുടെ എഫേർട്ട് എടുത്താണ് അവരത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു ഓർഡർ വരുന്നു. ഓർഡർ വന്നു കഴിയുമ്പോൾ അവരതിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ അവരിലൊരു ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു. അതിപ്പോ വെള്ളം ഒഴിച്ച് ജഗ് നിറയ്ക്കുന്നതാണെങ്കിലും പൾസസ് എടുത്ത് കണ്ടെയ്നർ ഫില്ല് ചെയ്യുമ്പോഴാണെങ്കിലും വളരെ ശ്രദ്ധിക്കുക. സോ ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു ചടക്കം നമ്മൾ പറയില്ലേ, ആ ഒരു ശ്രദ്ധയോടുകൂടി അവര് ഡിസ്റ്റർബ്ഡ് ആയിട്ടോ ഹറിബറി ആയിട്ടോ ഒന്നും ചെയ്യില്ല. അവർ ശ്രദ്ധിക്കുക എന്തെല്ലാമാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള അവർക്ക് മനസ്സിലാവും. അതിന്റെ ഓഡിയോ ഓൺ ആണേ ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിച്ചാണ് അവർ ചെയ്യുന്നത്. ആ ഒരു കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ എല്ലാം അതിനുണ്ടായിരിക്കും. എൻജോയ്മെന്റ് ഉണ്ടായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണ്, സ്പിൽ ഔട്ട് ആവരുത്, അങ്ങനെയൊക്കെ ഓർത്തോർത്ത് അവരിൽ തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം ഫോം ചെയ്യുവാണ്. ഓക്കെ, ആരും വഴക്ക് പറഞ്ഞിട്ടോ ഷൗട്ട് ചെയ്തിട്ടോ ഒന്നും അല്ല ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നത്. അവർ ചെയ്ത ആക്ടിവിറ്റി അവർ എൻജോയ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ട്രൂ ഡിസിപ്ലിൻ ആണ് നെക്സ്റ്റ് സ്റ്റേജ്. അത് ഒബീഡിയൻസ് എന്നൊരു നിലയിൽ പോകുന്ന ഒരു ഓർഡർ അവരിലുണ്ടാകും. ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു കൺട്രോൾ, പവർ ഓഫ് കൺട്രോൾ എല്ലാം വരും. അപ്പൊ ശരിക്കും ആ ഒരു മനസ്സുകൊണ്ട് അതുമായിട്ട് അഡാപ്റ്റഡ് ആവുന്നു. ആ ഒരു പ്രോസസ് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് അഡാപ്റ്റഡ് ആവുന്നു. അങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പവർ ഓഫ് ഒബീഡിയൻസ് തുളയിലേക്ക് പോകും. സാധാരണ കുട്ടികൾ എന്താ വഴക്ക് പറഞ്ഞ് വടി കാണിച്ച് പേടിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് അവര് ചിലപ്പോൾ മിണ്ടാതിരിക്കുമായിരിക്കും. ബട്ട് അതവര് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും. നമ്മളുടെ ടീച്ചർ പ്രാക്ടീസിന് പോയ പല ട്രെയിനേഴ്സും പറയണ്ടായിരിക്കും, ടീച്ചർ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു പേടി സ്വപ്നം പോലെയാണ്, ശത്രുതാ മനോഭാവത്തോടുകൂടിയുള്ള രീതി പറഞ്ഞിരുന്നു. അത് മാറി വരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലൊരു കുട്ടി പറയായിരുന്നു, ഇങ്ങനെ പിള്ളേരിങ്ങനെ പരസ്പരം വെള്ളം ഒഴിച്ച് കളിക്കുമായിരുന്നു എന്ന്. അപ്പോ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ. അപ്പൊ നമ്മുടെ ഈ ട്രെയിനിങ് ഓൾറെഡി ആ സ്കൂളില് ഹൈസ്കൂളിൽ പഠിപ്പിക്കുക.
അപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ ഈ സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ വെള്ളം തെറിപ്പിക്കുവോ അങ്ങനെ എന്തോ ചെയ്യുക അവരുടെ ബോട്ടിൽ നിന്ന്. അപ്പോഴാണ് നമ്മുടെ ട്രെയിനിയുടെ മേത്തേക്ക് വെള്ളം വീണത്. ഒരു കുട്ടി പറഞ്ഞു അത് ടീച്ചറാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും മറ്റേ കുട്ടി ഭയങ്കരമായിട്ട് അത് നിന്ന് ഷിവർ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അത്ര പേടി. പക്ഷെ അവരുടെ ടീച്ചർ എന്നുള്ളത് അവർക്ക് ആ ഒരു പേടിയാ. അപ്പൊ ഈ നമ്മുടെ ട്രെയിനിൽ നിന്നിട്ട് അവസാനം മോനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ സമാധാനിപ്പിച്ചപ്പോഴാണ് അത് അങ്ങോട്ട് കൂളായി എന്ന് പറയുന്നത്. സോ ഇവിടെ ഒബീഡിയൻസ് എല്ലാം ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ വന്നു കഴിയുമ്പോൾ തന്നെ താനെ കുട്ടികളിൽ വരുവാണ് പൗരത്വം. നമ്മൾ ആ ഒരു അവരെ ഫ്രീ ആക്കിക്കൊണ്ട് ഇൻഡിപെൻഡന്റ് ആക്കിക്കൊണ്ട് അവരെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യിക്കുമ്പോൾ അവരെല്ലാം ഒബീഡിയൻസ് അത് വരിക. കഴിഞ്ഞ PG ക്ലാസ്സിൽ നമ്മുടെ ഒരു ട്രെയിനി സരിജ പറഞ്ഞത് ക്ലാസ് എടുക്കാനായിട്ട് ചെന്നപ്പോ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കുട്ടികൾ. ക്ലാസ് എടുക്കാൻ തന്നെ ടീച്ചിങ് പ്രാക്ടീസിൽ ചെന്നപ്പോ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് കുട്ടികൾ വായിക്കില്ല എന്നൊക്കെയാണ് ടീച്ചർമാരിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. ആ വായന ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്ത്, അതായത് ഒരു സെന്റൻസ് ആണ് അവർ വായിക്കുന്നെങ്കിൽ ഒരു സെന്റൻസ് വായിക്കട്ടെ, അവർക്ക് മതിയായി നിർത്തുമ്പോൾ അടുത്ത ആൾ അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ഗെയിം ആയിട്ട് ചെയ്യിച്ചപ്പോഴേക്കും കുട്ടികൾ അത് എൻജോയ് ചെയ്തു. ആക്ടിവിറ്റി അവർ എൻജോയ് ചെയ്തു. പിന്നെ അവരത് റിപ്പീറ്റ് ചെയ്തു. പിന്നെ അത് അവരുടെ സെൽഫ് കൺട്രോൾ ഓഫ് എറർ, അതായത് വായിക്കുന്നത് കറക്റ്റ് കുറെയൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഒന്നും കറക്റ്റ് ചെയ്തില്ല ട്രെയിനിങ്. അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് അത് വീണ്ടും വീണ്ടും വന്നപ്പോഴേക്കും അവരുടെ ആ ഒരു കൺട്രോൾ വന്നു. കൺട്രോൾ ഓഫ് എറർ കുറയാൻ തുടങ്ങി, മിസ്റ്റേക്സ് കുറയാൻ തുടങ്ങി. അങ്ങനെ അത് ശരിയായി. അവരിരുന്ന ഫുൾ ഒരു വാക്യ പോർഷൻ വായിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അവര് പിന്നെ നമ്മുടെ ട്രെയിനിയെ സരിജയെ അവർ ഒബേ ചെയ്യാൻ തുടങ്ങി. ഒബീഡിയൻസ്, അവരുടെ ഒബീഡിയൻസ്. സരിജ അവിടെ വടിയെടുക്കണ്ടതോ ഷൗട്ട് ചെയ്യേണ്ടതോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. കുട്ടികൾ തന്നെ ആ ഒബീഡിയൻസ് ലെവലിലേക്ക്. കുട്ടികൾ ടീച്ചർമാരുടെ ഫീഡ്ബാക്ക് കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കില്ല, അവർ വായിക്കാൻ പറഞ്ഞാൽ വായിക്കില്ല, എഴുതാൻ പറഞ്ഞാൽ എഴുതില്ല എന്നൊക്കെയായിരുന്നു. ബട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതൊരു ഗെയിം ആക്കി ഒരു ആക്ടിവിറ്റി ആക്കിയിട്ട് ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിന് അത് വിട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരത് എൻജോയ് ചെയ്തു. അവരുടെ ഡിസിപ്ലിൻ വന്നു. ദെൻ അവർ ഒബീഡിയൻസ്, പിന്നെ സരിജ എന്ത് പറഞ്ഞാലും അവരത് ഒബേ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. നമുക്ക് ഫസ്റ്റ് ഡേ ചെന്ന് തന്നെ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാം ഇങ്ങനെ ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു പ്ലാനിങ്, അതാണ് ലെസൺ പ്ലാൻ ഇല്ലാത്തത് മോണ്ടിസോറി മെത്തേഡില്. നമുക്ക് അവിടെ ഒരു മാനുവൽ ആണ്. എന്താണ് അവിടെ ആ ഒരു ഇൻസ്റ്റന്റിൽ വേണ്ടത് അത് നമ്മൾ അവിടെ ചേഞ്ച് ചെയ്യുക. കുട്ടികളുടെ വില്ലിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആ എൻവയോൺമെന്റിനെ അങ്ങ് മോഡിഫൈ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് നമ്മൾ പോവാണ്. ബട്ട് വൺസ് ഇവരെ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ മാറ്റുക, എന്ത് ആക്ടിവിറ്റി കൊടുക്കണം. സോ അത് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ സ്പോണ്ടേനിയസ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രോസസ് പോലെയാണ് ഈ ഒരു ഒബീഡിയൻസ്. അതൊരു ലോങ് പ്രോസസ്. വെച്ചാൽ ഇന്ന് ചെന്ന് അവരെ ഒബീഡിയന്റ് ആക്കുക അല്ലെങ്കിൽ ഇന്ന് ഡിസിപ്ലിൻ പഠിപ്പിക്കുക അങ്ങനത്തെ രീതികളേ ഇല്ല. ഇത് സ്ലോ ആയിട്ട് നടക്കും. അത് ശരിക്കും ആ ഒരു നിങ്ങൾക്ക് ആ ഒരു മോണ്ടിസോറി മെത്തേഡ് കിട്ടിക്കഴിയുമ്പോഴേക്കും സരിജയ്ക്ക് അത് അറിയായിരുന്നു. അവിടെ ചെന്ന് ഒന്ന് ആ ഒരു കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിട്ട ഗെയിമിലൂടെ ആ ഒരു ലെസൺ മുഴുവൻ വായിപ്പിച്ചു. ശരിക്കും കാര്യം നടന്നു. കുട്ടികൾ അത് എൻജോയ് ചെയ്തു. അവരുടെ ഈ പറയുന്നതെല്ലാം റിപ്പീറ്റ് ചെയ്യിച്ചു. സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്തു. കൺട്രോൾ ഓഫ് എറർ വന്നു. അതായത് എറർ കുറഞ്ഞു. ഫസ്റ്റ് റൗണ്ടിൽ വായിപ്പിച്ചപ്പോ എറർ ഉണ്ടായിരുന്നു. സെക്കൻഡ് റൗണ്ട് വായിച്ചപ്പോ അത് കുറഞ്ഞു. അങ്ങനെ അത് കറക്റ്റായി വന്ന് ഒബീഡിയൻസിലേക്ക് അവരെത്തി. സരിജ എന്ത് പറഞ്ഞാലും അവർ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഇതൊരു at the end ഒരു ലോങ് പ്രോസസ് ഓഫ് മെച്ചുറേഷൻ. at the end സ്പോണ്ടേനിയസ്ലി ആയിട്ട് അൺഎക്സ്പെക്ടഡ്ലി ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അപ്പൊ വേറൊരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കാനോ അതിനൊന്നും അവർക്ക് മടി വരില്ല. അവിടെ മ്യൂച്വൽ ഹെൽപ്പ് എല്ലാം അവിടെ ഇതിന്റെയൊക്കെ ഒരു ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുക. റെസ്പെക്ട് ടു അതേഴ്സ്, മ്യൂച്വൽ ഹെൽപ്പ്, സെൽഫ് ഹെൽപ്പും ഉണ്ട്, മ്യൂച്വൽ ഹെൽപ്പും ഉണ്ട്. ഇതാണ് മോണ്ടിസോറി മെത്തേഡിൽ നടക്കുന്നത്. ഇവിടെ ഈ ഒരു സെൽഫിഷ്, ഞാൻ തന്നെ ചെയ്യണം അങ്ങനത്തെ ഒരു രീതിയിൽ ആരാ ഫസ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ നമുക്കില്ലല്ലോ. സാധാരണ സ്കൂളുകളിൽ ആദ്യം ആര് ചെയ്തു തീർക്കും അങ്ങനത്തെ ഒരു രീതിയിൽ വരും. ചില കോമ്പറ്റീഷൻസ് ഒക്കെ നല്ലതാണ്, ബട്ട് ഷുഡ് ബി ഹെൽത്തി കോമ്പറ്റീഷൻസ് ആണ് എപ്പോഴും നല്ലത്. ഏത് ഏജിലുള്ള കുട്ടികളിലാണെങ്കിലും ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻസ് ആണ് നല്ലത്. എപ്പോഴും
ശരിയായ ഫ്രീഡം കൊടുക്കുമ്പോഴാണ് ഇവർക്ക് ഈ റിപ്പീറ്റേഷൻ എന്നുള്ള പ്രോസസ് അത് എൻജോയ് ചെയ്ത് ആ പ്രോസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴാണ് അവരിൽ സെൽഫ് കൺട്രോൾ വരുന്നത്, അവരില് ഇൻഡിപെൻഡൻസ്, അവര് തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നതും, അതുപോലെ തന്നെ അവരിലെ ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നതും, അവരിൽ ഒബീഡിയൻസ് വരുന്നതും. ഓക്കെ, അപ്പൊ അതേസമയം നമ്മൾ ഇവർക്ക് ഈ ഒരു ഫ്രീഡം ഒന്നും കൊടുക്കുന്നില്ല, ഇവരെ പിടിച്ചു വെച്ച് ചെയ്യിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ടേ കാണാൻ പറ്റില്ല. സഹിച്ച ചെയ്തത് തന്നെ നിങ്ങൾ എല്ലാവരും പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഫ്രീഡം അവർക്ക് കൊടുത്ത് അവര് ചോദിച്ചു അത് എന്താ പറയാ മുഴുവൻ വായിക്കും ചില അവർക്ക് പറ്റുന്നത്രയും വായിച്ചിട്ട് അങ്ങ് അവിടെ നിർത്തും. അപ്പൊ മുഴുവൻ വായിക്കുന്നു, അടുത്ത ആളെ കണ്ടിന്യൂ ചെയ്യുക ഗെയിം എന്നങ്ങ് പറഞ്ഞപ്പോഴേക്കും അടുത്ത ആളെ ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റ് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മറിയ മോണ്ടിസോറി ആ ഡെവലപ്മെന്റിൽ ഒരു 3 സ്റ്റേജസ് ഒരു ഫാക്ടേഴ്സ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഒരു റിപ്പീറ്റേഷൻ, ഡെവലപ്മെന്റ് ഓഫ് ഡിസിപ്ലിൻ, ഡെവലപ്മെന്റ് ഓഫ് ഒബീഡിയൻസ്. അപ്പൊ ഇതെല്ലാം റിയൽ ഫ്രീഡം അവർക്ക് കൊടുക്കുമ്പോഴാണ് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇതെല്ലാം ചെയ്ത് അവർ ഈ ഒരു ലാസ്റ്റ് ഈ ഒബീഡിയൻസ് എന്നുള്ള ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ഓക്കെ, ഇപ്പൊ ഒബീഡിയൻസ് നിങ്ങളോട് വായിപ്പിച്ചതല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ. ഇത് നമ്മൾക്ക് ഇതിപ്പോ ഒരു തിയറി പാർട്ടാണെങ്കിലും നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മൾക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും കുട്ടികളുടെ മാറ്റങ്ങൾ. ഓക്കെ ഓക്കെ, ഫൈനൽ എക്സാം ഒക്കെ സബ്ജക്ട് വൈസ് ആയിരിക്കും, അതൊന്നും കുഴപ്പമുണ്ടാവില്ല. മെസ്സേജ് നോക്കുമായിരുന്നു കേട്ടോ നിങ്ങളുടെ. ഓക്കെ ഫൈൻ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് ആരാ വയ്ക്കുക? Intelligence is the ability. കേൾക്കാം. Intelligence is the ability to learn or understand things and deal with a new or difficult situation. In other words, it is the ability of the child to know his environment. The mental ability to coordinate different and annotations and act accordingly in different situations. The starting point of intellectual development is the consciousness of differences or distinctions on its environment. The child make understanding through his 5 senses and he must organize this perception to make a mental order of his environment to help the development of brilliance is to help put images of consciousness in order. So, വായിക്കണ്ടേ? വായിക്കുന്നുണ്ടോ? നെക്സ്റ്റ് വായിച്ചു ഞാൻ ജസ്റ്റ് കണ്ടന്റ് ഞാൻ വായിക്കാം മിസ്. ഓക്കെ ഓക്കെ ഞാൻ വായിക്കാം. So the basic intelligence development is an emotional impression that the child gets while he collaborates with his environment. At infancy, the child adopts a lot of impressions unconsciously, and then it turns to conscious knowledge as he grows. So at the stage of intelligence development, the child needs refinements of senses, that is more activities which will improve the impressions through the senses. The activities should be bring order and systems to all the sensorial impressions the child receive. The child should be leads to study qualities such as length, breadth, height, color, texture, weight, size, etc. Full varied and ordered sensorial exercises are the best preparations for the higher life of the abilities in child's years to come. Thank you, Miss.
ഓക്കെ, സോ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞത്. നമുക്ക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകും, കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന നോളജ് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു കേപ്പബിലിറ്റിയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് കുറെ കാര്യം അറിയാം, പക്ഷെ എവിടെ എപ്പോൾ അപ്ലൈ ചെയ്യണം എന്ന് നമുക്ക് അറിവില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്റലിജൻസ് വെരി പുവറാണ്. നമുക്കറിയുന്ന നോളജ് അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കുറെ അറിവുണ്ട്, അത് ഇന്റലിജൻസ് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതാണ്. അതൊരു കുട്ടിയുടെ കേസ് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ, അത് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഡീൽ ചെയ്യാനായിട്ട് വരും. പുതിയതാണെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും അത് ഡീൽ ചെയ്യാനായിട്ട് വരും. നമുക്കറിയാം, കുട്ടികൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചില ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അവര് അത് ഭയങ്കര ആലോചിച്ച് നല്ല രീതിയിൽ അവരതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നല്ലതായിട്ട് അതിന്റെ സൊല്യൂഷൻ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പോസിറ്റീവ് സൈഡിലെ മാനിപ്പുലേഷൻ ആട്ടോ പറയുന്നത്. അവരത് ചെയ്തു വെക്കും. ഓക്കെ, ഇപ്പം പസിൽസ്, ജിക്സോ പസിൽ അതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പിക്ചർ പസിൽ, അത് വേർഡ് പസിൽ ഒക്കെ കൊടുക്കുമ്പോൾ നല്ലപോലെ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി വേറെ ആയിരിക്കും. ചിലപ്പോൾ സ്പീഡ് തന്നെ വ്യത്യാസമായിരിക്കും അവര് ചെയ്യുമ്പോൾ. അഡൾട്ട് ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ അവര് സ്പീഡിൽ ചെയ്യും, ചിലപ്പോൾ അവര് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് സമയം എടുത്താണെങ്കിലും ചിലപ്പോൾ ചെയ്യുന്നത് കാണാം. കുട്ടിയുടെ എബിലിറ്റിയാണ് ചുറ്റുമുള്ള എൻവയോൺമെന്റ് മനസ്സിലാക്കാനും. പിന്നെ പല അനോട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് സിറ്റുവേഷൻ, ശരിക്കും നോട്ട്സ്, നൊട്ടേഷൻ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു കോൺടെസ്റ്റില് ആ ഒരു അവന്റെ മെന്റൽ എബിലിറ്റി യൂസ് ചെയ്യുന്നു. പല ഡിഫറെന്റ് കോൺടെസ്റ്റുകൾ കിട്ടിയാലും ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തെങ്കിലും വന്നാൽ തന്നെയും ആ ഒരു സമയത്ത് അവൻ അതിനെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ള മെന്റൽ എബിലിറ്റി അതാണ്. അപ്പോ ഈ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ കോൺഷ്യസ്നെസ് ആണ്. നമുക്ക് ബോധം, അല്ലെ, നമുക്ക് നല്ലൊരു ബോധം എന്താണ് ചെയ്യുന്നത് എന്നുള്ള നല്ല തിരിച്ചറിവ്, ബോധമുണ്ട്. എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും, പിന്നെ എന്തെല്ലാം ഡിഫറൻസുകൾ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടോ, എൻവയോൺമെന്റിലുണ്ടോ, അതെല്ലാം മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നു. 5 സെൻസസ് യൂസ് ചെയ്തു, അല്ലെ, അതിനു വേണ്ടിയിട്ട് 5 സെൻസസ് അവർ യൂസ് ചെയ്യും. എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കുട്ടികളിൽ നല്ല രീതിയിൽ വരുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ 5 സെൻസസ് എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് മാക്സിമം എഫേർട്ട് എടുത്ത് കുട്ടി ഓരോ ആക്ടിവിറ്റി ചെയ്യും. ഓക്കെ, ചെറിയ പ്രായത്തിൽ അറ്റ് ഇൻഫാൻസി കുട്ടി എല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്യുന്നു. ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ 0 to 3 years നമുക്കറിയാം അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ മെമ്മറിയിലേക്ക് ഇംപ്രഷൻ ആയിട്ട് വരും, ബട്ട് അത് അൺകോൺഷ്യസ് ആയിരിക്കും ആ ഒരു മെമ്മറി എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ആഫ്റ്റർ 3 years ഒക്കെ വരുമ്പോൾ അത് കോൺഷ്യസ് ലെവലിലേക്ക് മാറും. അപ്പൊ അത് അവന്റെ നോളജ് ആയിട്ട് ഫോം ചെയ്തിരിക്കും. ആ സമയത്ത് എല്ലാം ഓർമ്മകളാണ്. അപ്പം അത് അവൻ വളരുന്നതിനനുസരിച്ച് ആ നോളജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെയാണ് ഇന്റലിജൻസ് ഡെവലപ്മെന്റിന്റെ ശരിക്കും പറഞ്ഞത് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സെൻസസ് എല്ലാം യൂസ് ചെയ്ത് അവനറിയാം കാണുന്നതും കേൾക്കുന്നതും എന്തൊക്കെയാണെന്നും അതിനെ പറ്റി ഒരു ക്ലാരിറ്റി എല്ലാം വരും. മറ്റേത് ആ ചെറിയ ഏജിൽ കണ്ടെന്നും കേട്ടതും ഒക്കെ അവരുടെ ഒരു അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കും. അപ്പൊ അങ്ങനെ സെൻസസിലൂടെ ഈ ഇംപ്രഷൻസ് എല്ലാം വന്നത് ആ സെൻസസിലൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് ഇതൊരു കുട്ടി ഓരോ സെൻസസ് യൂസ് ചെയ്ത് ഓരോന്നും മനസ്സിലാക്കുന്നത് അതിന്റെ ഉള്ളിൽ സ്റ്റോർഡ് ആവും. അങ്ങനെ പലതും, അതായത് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, കളർ, ടെക്സ്ചർ, വെയിറ്റ്, സൈസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവൻ ഈ ഒരു സെൻസോറിയൽ ആക്ഷൻസിലൂടെ മനസ്സിലാകും. അപ്പൊ അതെല്ലാം അവന്റെ ഉണ്ടാവും. അപ്പൊ ചെന്നിട്ട് നല്ല നീളമുള്ള ഒരു വടി എടുത്തുകൊണ്ട് വന്നേന്ന് പറയുമ്പോൾ ദേ നോ വാട്ട് ഇസ് മെന്റ് ബൈ ലെങ്ത്. അവർക്ക് ആ ഒരു പ്രായമായി ലെങ്ത് എന്താന്ന് മനസ്സിലാവും. അപ്പൊ അവിടെ 2-3 വടി കിടക്കുന്നുണ്ടാവും. അതിന് ഏറ്റവും നീളമുള്ളത് തന്നെ ആ കുട്ടി എടുത്തിട്ട് വരും. കളറ് പറഞ്ഞിട്ട് ആ കളറിലുള്ള എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കളറ് ആ ഒരു സെൻസ് അവനുള്ള ആയിട്ടുണ്ടെങ്കിൽ ആ കളർ തന്നെ എടുത്തുകൊണ്ട് വരും. ആ ഒരു രീതിയിൽ അങ്ങനെ ഈ ഒരു സെൻസോറിയൽ എക്സസൈസസ് അപ്പൊ ഈ ഒരു ഏജിൽ അവർക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം, പ്രിപ്പയർ ചെയ്യുക അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ടോയ്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ കുട്ടികൾക്ക് സെലക്ട് ചെയ്യുക. ചില ഷോപ്പിലൊക്കെ ഏജിനനുസരിച്ച് ടോയ്സ് ഈ ഒരു ഏജിലുള്ളവർക്ക് എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും.
അത് മോണ്ടിസോറി എൻവയോൺമെന്റിലും ഇതുപോലെ തന്നെയായിരുന്നു. കുട്ടികളുടെ ആ ഒരു ഏജ് കാറ്റഗറി അനുസരിച്ചും സംടൈംസ് അവരുടെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ടാണ് ചില സമയത്ത് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും 2.5 years അല്ലെങ്കിൽ 3 years അപ്പോൾ ഉള്ള കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരുന്നു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അവരുടെ ഒരു ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അത് വായിക്കാൻ സമയമുണ്ടോ? ഇതൊന്നും ആ ഒരു കുറച്ച് പോർഷൻ വായിക്കായിരിക്കും. എന്താ പറയാ, ഈ ഒരു പേജില് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഡിഫൻസ് മെക്കാനിസത്തിൽ നിങ്ങൾക്ക് അറിയാം കുട്ടികളുടെ ഫാന്റസി, അവർ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്ത കഥകൾ പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. സ്കൂളിൽ നിന്ന് എന്തെങ്കിലും റബ്ബർ കാണാതെ പോയി, വീട്ടിൽ നിന്ന് ഭയങ്കര കഥ പറയുമായിരിക്കും ആ റബ്ബർ കാണാതെ പോയതിന്. വെച്ചാൽ അതൊരു തരം ഡിഫൻസ് മെക്കാനിസം. കഥ പറയുന്നത് എക്സാം പേപ്പറിന്റെ കാര്യമായിരിക്കും. എക്സാം പേപ്പർ കിട്ടിയതിന്റെ അവരൊക്കെ തോറ്റു. അങ്ങനെ ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു. ഇതിപ്പോ ഞാനും അങ്ങനെ ആയിരുന്നു. അങ്ങനെ അത് ശരിക്കും ഒരു വിഡ്രോ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഒരു ഭാഗമാണ് ഫാന്റസി. അത് സർട്ടൻ എക്സ്റ്റെന്റ് എല്ലാ ഡിഫൻസ് മെക്കാനിസം ചില ഇതുവരെ പരിധി വരെ ഇറ്റ്സ് ഗുഡ് അല്ലെ. ചിലതിൽ നിന്നെല്ലാം ഉള്ള വിഡ്രോവൽ, ഒരു നമ്മള് ഭയങ്കര വഴക്ക് നടക്കുന്നു, ഷൗട്ടിങ്, നമ്മൾ അതിൽ നിന്ന് പതുക്കെ അങ്ങനെ വിഡ്രോ ചെയ്യാൻ, നമ്മള് ഇൻവോൾവ് ആകാതെ വിഡ്രോ ചെയ്യുമ്പോഴേക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആള് അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞങ്ങ് തണുക്കും. ഓക്കെ, ശേഷം നമുക്ക് പിന്നെ പറയാം, വിശദമായിട്ട് മനസ്സിലാക്കിച്ച് പറയാലോ. രണ്ട് സൈഡും കിടന്ന് ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം. സോ അവിടെ ഒരു വിഡ്രോവൽ, അത് അവിടെ ഒരു പോസിറ്റീവ് ഡിഫൻസ് മെക്കാനിസം ആണ്. ചില ഡിഫൻസ് മെക്കാനിസം നമ്മൾ ഹെൽപ്പ് ചെയ്യും അല്ലെ. ഇപ്പം പരീക്ഷ വരാൻ പോകുന്നു, അപ്പൊ നല്ല ടെൻഷൻ ഉണ്ട്, പക്ഷെ നമ്മളിങ്ങനെ ഇരുന്ന് ഡേ ഡ്രീമിങ് ചെയ്യുവാണ്. ഞാൻ നല്ലപോലെ പഠിക്കുന്നു, ഞാൻ പഠിച്ച പോർഷനിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ തരുന്നു, എല്ലാം ഞാൻ ആൻസർ ചെയ്യുന്നു, എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നു. സോ നമുക്കത് ഭയങ്കര ഒരു സമാധാനമുള്ള ഒരു ഫാന്റസിയാണ്. ബട്ട് അത് ഫാന്റസിയിൽ തന്നെ നിൽക്കാതെ നമ്മൾ അതിന്റെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. ലൈക്ക് ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാല് ഞാൻ മിക്കവാറും എല്ലാ എക്സാമിനും ഒരു ചെറിയ പോർഷൻ എന്തെങ്കിലും ബാക്കി ഇടും. ബാലൻസ് ഇടുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ചോദിക്കൂലായിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകും. പക്ഷെ അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഞാൻ ഇപ്പോഴും കാണുന്ന സ്വപ്നമാണ്. അപ്പൊ ഇതൊരാൾക്ക് മാത്രമുള്ളതല്ല അല്ലെ, എല്ലാവർക്കും പറ്റുന്നുണ്ടത്. അതേപോലെ ഉണ്ട്, എക്സാം ഒക്കെ നടക്കുന്ന സമയത്ത് എത്രയായിട്ട് സ്കൂളിൽ എത്താത്ത പോലെയൊക്കെ ഫീൽ ചെയ്യും. ഞാൻ ഇപ്പോഴും കാണുന്ന സ്വപ്ന, ഞാൻ കെമിസ്ട്രി പഠിച്ചുകൊണ്ട് പോയ അന്നത്തെ ദിവസം ഫിസിക്സ് ആയിരിക്കും പരീക്ഷ. അതൊക്കെ ഞാൻ ഇപ്പോഴും അതൊക്കെ ശരിക്കുള്ളതാ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മള് ബാക്കിൽ ഓടാൻ വരുന്ന പോലെ നമ്മൾ എത്ര ഓടിയാലും മുന്നോട്ടേക്ക് എത്തില്ല. അതേപോലെ എക്സാമിന് നമ്മൾ എന്തെങ്കിലും പഠിക്കാതിരിക്കുമ്പോഴത്തേക്ക് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത് പഠിച്ചു തരുമെന്ന് വെച്ചാൽ ചിലപ്പോ ഒരു ദിവസം എടുത്താലും അത് പഠിച്ചു തരൂല. അതാണ് അവസ്ഥ. എനിവേ, അപ്പൊ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, കുട്ടികളുടെ ആ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി പവർ നമ്മൾ അത് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അവര് അഡൾട്ട് ആകുമ്പോ, നമ്മളുടെ ഈ പല സൈക്കോ അനാലിസ്റ്റുകളും പറഞ്ഞതായിരുന്നു, അവരുടെ ആ ഒരു ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ തിരിച്ചു വിടുമ്പോഴേക്കും അഡൾട്ട് ആകുമ്പോൾ ഒരു ഭയങ്കര ക്രിയേറ്റിവിറ്റി വരുന്ന പല പൊസിഷനിലും എത്തും. ലൈക്ക് സയന്റിസ്റ്റുകള്, അല്ലാതെ ആർട്ടിസ്റ്റ് അതിൽ വരുന്ന, അങ്ങനെ പല ഇതിലേക്കും അവര് നല്ല രീതിയിൽ തന്നെ എത്തിപ്പെടാനുള്ള ചാൻസുകൾ ഉണ്ടെന്നൊക്കെയാണ് സൈക്കോ അനാലിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി അവരെ, പക്ഷെ നമുക്കറിയാലോ ഒരു കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അവരുടെ ആ ഒരു അവർ പറഞ്ഞ ഫാന്റസി കഥകളും അങ്ങനത്തെ ആ ഒരു ഭയങ്കരമായിട്ട് ക്രിയേറ്റീവായിട്ട് പറഞ്ഞ കഥകളൊക്കെ അതൊക്കെ മാറി അവരുടെ ആ ഒരു ഇന്റലിജൻസ് ലെവലിൽ തന്നെ അവർ അതങ്ങോട്ട് മാറും. ഓക്കെ, പറയുക കുഞ്ഞിലെ നമുക്ക് അവർ കഥകളൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് അവര് റിയാലിറ്റിയുമായിട്ട് അവരെ കണക്ട് ചെയ്യിക്കാൻ നമ്മൾക്ക് പറ്റണം, അല്ലെങ്കിൽ അവർ ഫുള്ളി അങ്ങ് ഫാന്റസിയിലേക്ക് ആയിരിക്കും. അതാണ് മിസ് ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി. അതെ, എക്സാക്ട്. പിന്നെ ചില കുട്ടികൾ ഫാന്റസിയിലേക്ക് പോകാൻ കാരണം ചില ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു എൻവയോൺമെന്റ് കൊണ്ടായിരിക്കാം. എപ്പോഴും കുട്ടി നോക്കുമ്പോൾ ഈ പറയുന്ന പാരന്റ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷോ ഒരു കോൺഫ്ലിക്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ളതായിരിക്കും. കുട്ടിയെ അവർ ആ സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. സോ കുട്ടിയുടേതായിട്ടുള്ള ലോകം അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ പെട്ടു. അതും ഒരു ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റിയാണ്. അതിൽ നിന്ന് കുട്ടിയെ പുറത്തു കൊണ്ടുവരണം. പിന്നെ അത് അങ്ങനെ തന്നെ അതിന്റെ ലൈഫ്, അത് ഏതൊരു ഏജ് ആയാലും അതിൽ നിന്ന് അത് പുറത്തു വരിക, അത് ഒരു ശരിയായ ഒരു ഡിഫൻസ് മെക്കാനിസം.
നമ്മുടെ ഡിഫൻസ് മെക്കാനിസം അതിൽ അങ്ങനെ ഒരു പല പല വേർഷൻസ് ഉണ്ട്. ഒരു പോസിറ്റീവായിട്ടും നമുക്കത് എടുക്കാം, അത് നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നതും ഉണ്ട്. അപ്പൊ റിയാലിറ്റിയുമായിട്ട് അവരെ കണക്ട് ചെയ്യും. ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി പറയുമ്പോ നമ്മള് ഫ്യൂച്ചറിൽ എന്താ ആകാന്നുള്ളത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണേനെയാ പറഞ്ഞത്. അതെ അതെ അതെ, അതുമായിട്ട് അത് അത് പലപ്പോഴും സ്വപ്നം കാണുമ്പോഴുള്ള അല്ല, ഉറങ്ങുമ്പോ സ്വപ്നം കാണുന്ന അതല്ലല്ലോ അല്ലെ. അല്ലല്ല, കുട്ടികളെ സംബന്ധിച്ച് അവരൊരു ഫാന്റസിയിൽ എപ്പോഴും ഉണ്ട്. അവിടെ അവർ ഭയങ്കര ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഉണ്ട്. അത് നമ്മൾ അവരെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം. ഈ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലേക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അതേസമയം ഇത് ഫാന്റസിയിലേക്ക് മാത്രമായിട്ട് പോകുന്ന ചില സാഹചര്യങ്ങൾ വീട്ടിലോ സ്കൂളിലോ ഉണ്ടാവുമ്പോഴാണ് അങ്ങനെ അത് പോകുന്നത്. അതിൽ നിന്ന് അവരെ റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് അവരുടെ ആ ഒരു ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലേക്ക് ഹെൽപ്പ് ചെയ്ത് വരുള്ളൂ. മനസ്സിലായോ? അഡൾട്ട് ആവുമ്പോഴേക്കും അത് അവരുടെ കരിയർ ഗ്രോത്തിനും അല്ലെങ്കിൽ അക്കാദമിക്സിലും ഒക്കെ എല്ലാം യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഇത് ശരിക്കും അതൊരു ഫാന്റസിയുമായിട്ട് കണക്റ്റഡ് ആണ് ശരിക്കും. ബട്ട് ആ ഒരു ഇത് നമ്മൾ അതിനെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതല്ലേ സയൻസ് എക്സിബിഷന് ചില കുട്ടികൾ നല്ലതുപോലെ അവർ തന്നെ ചെയ്ത് അത് പെർഫോം ചെയ്യും. അത് അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഇന്റലക്ച്വലുമായിട്ട് മിക്സായി അവര് ഒരു ഫോം ആക്കി കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആ ഒരു സയൻസ് എക്സിബിഷനിൽ എന്തെങ്കിലും ഒന്ന് അവര് വയ്ക്കുന്നത്. അതേസമയം പറഞ്ഞല്ലോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എൻവയോൺമെന്റ് ഇതാവുമ്പോൾ കുട്ടിക്ക് എപ്പോഴും ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് അതൊരു ഇമാജിനേഷൻ ഇതില് ഒരു വേൾഡില് ഒരു ഫാന്റസി വേൾഡില് അതിലൊന്നായിരിക്കും. പാരന്റ്സിന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ സമയം കിട്ടാതെ വരുന്നപ്പോൾ കുട്ടിയുടെ അവസ്ഥയെ പറ്റി അവർ രണ്ടുപേരും ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് അവിടെ ആ കുട്ടി ഒരു ഫാന്റസി വേൾഡിലായിരിക്കും എപ്പോഴും. അപ്പൊ കുട്ടിയുടെ ശരിയായ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആകാതെ വരുന്നു. അത് കുട്ടിയുടെ ഡെവലപ്മെന്റ് അവിടെ സ്ലോ ആക്കുന്നു. ആക്ച്വലി ആ ഒരു ഫാന്റസി നല്ലതാ, പക്ഷെ അത് റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്ത് ആ ഒരു പാത്ത് കൊടുക്കണം. അപ്പൊ ആ ഫാന്റസിയിൽ കുട്ടി എന്തെല്ലാം ഇമാജിൻ ചെയ്തോ, എന്തെല്ലാം ക്രിയേറ്റീവായിട്ട് എന്റെ മനസ്സിൽ വന്നു, അത് ആ വഴിയിലൂടെ വന്ന് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് പ്രൊഡക്റ്റീവ് ആവുന്നത്. അപ്പോഴാണ് കുഞ്ഞുങ്ങൾ തന്നെ ഓരോ മോഡൽസ് ഉണ്ടാക്കുന്നു, അവര് എക്സിബിഷന് പോകുന്നു, അവർ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അവരുടെ ഇന്റലക്ച്വൽ ലെവല് മാറുന്നു. അവർ അഡൾട്ടിലേക്ക് ആവുമ്പോഴേക്കും അതായത് അക്കാദമിക് ബ്രില്യൻസിൽ വരുന്നു. അവർ കുറച്ചുകൂടെ വലുതാകുമ്പോൾ കരിയർ ഗ്രോത്ത്. അപ്പൊ അവർക്കൊരു ഫോക്കസായി വരും. അങ്ങനെയുള്ള കുട്ടികളുടെ ഈ കുട്ടികള് ഈ മറ്റേ നമ്മുടെ ഈ തോർത്തൊക്കെ എടുത്തിട്ട് സാരിയൊക്കെ ചുറ്റിയിട്ട് അങ്ങനെ അവരിങ്ങനെ ചിന്തിക്കില്ലേ, ഞാൻ അമ്മയാണ്, ഒരു ഡോൾ എടുത്തിട്ട് ഞാൻ കുട്ടിയാണ്, അങ്ങനെ അവർക്ക് ചോറ് കൊടുക്കുന്ന രീതിയിൽ അതൊക്കെ ഇതില് വരുമോ? അതൊക്കെ ഇതില് വരും. അങ്ങനത്തെ പ്ലേ ഒക്കെ ചെയ്യിക്കണം എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. കാരണം അത് റിയാലിറ്റി ആണല്ലോ. ഫാദർ ആൻഡ് മദർ, അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അച്ഛനെ അവര് ക്രിയേറ്റ് ചെയ്ത് വെക്കും, സങ്കല്പിച്ച് വെക്കും, അങ്ങനെയൊക്കെ. മറിയം മോണ്ടിസോറി പറയാൻ നമ്മൾ ഫേക്ക് സ്റ്റോറീസ് പറയാതെ അവരോട് റിയൽ സ്റ്റോറീസ് പറയുക. അവരെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ടീച്ചറും കുട്ടിയും അത് അവര് ലൈഫിൽ കാണുന്നതാണ്. ടീച്ചറും കുട്ടിയും അങ്ങനെയുള്ള പ്ലേ ചെയ്യിക്കാം. കടക്കാരനെ പോലെ ഇങ്ങനെ ചിരട്ടയും കൊണ്ട് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇല കൊണ്ട് കറിയും മറ്റു സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെക്കുകയൊക്കെ ചെയ്യില്ല. അങ്ങനെ പൈസ വന്നിട്ട് ഇലയും ഓരോരോ പൂ വന്നിട്ട് അരിഞ്ഞു വെക്കുക, അത് ചോറും കൂട്ടാനൊക്കെ വെച്ച് വെക്കില്ലേ, അതേപോലെ അവര് സാമ്യപ്പെടുത്തിട്ടാകുമ്പോ അത് റിയാലിറ്റി ആണല്ലേ ടീച്ചറെ? അവരുടെ ജീവിതത്തിൽ കാണുന്നത്. അപ്പൊ ഡോക്ടർ പേഷ്യന്റ്, ഡോക്ടർ നഴ്സ്, അതെല്ലാം അവര് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവര് കാണുന്ന ചില കാര്യങ്ങളാണല്ലോ. ഒരു കട നടത്താം, അങ്ങനെ നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ കളിച്ചിട്ടല്ലോ അല്ലെ. പിന്നെ ദോശ ചുട്ടു തരും, മക്കൾക്ക് ദോശ ചുട്ടു തരട്ടെ. എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ട്, 3 വയസ്സായ കുഞ്ഞു മാവയാണ്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ചേച്ചി ഞാൻ അമ്മയാണ്, ചേച്ചി കുഞ്ഞാണ്, പിന്നെ ഞാൻ മക്കളെന്നെ വിളിക്കോളൂ. മക്കൾക്ക് ദോശ വേണോ, കറിയൊക്കെ വിളമ്പി തന്നിട്ട് പറയണേ ഇനി ഉണ്ടാ കറിക്ക്, കുഴപ്പമൊന്നും ഇല്ലല്ലോ, പാലെടുക്കട്ടെ, സ്കൂളിൽ പോണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് ശരിക്കും അതാണ് അവരെ ഫാന്റസിയിലേക്ക്. ചില കുട്ടികള് നമ്മൾ കാണാത്ത സാങ്കല്പികമായിട്ടുള്ള ചില കഥകള്, പ്രേതത്തിന്റെ അങ്ങനെയൊക്കെ കളികളും കളിക്കുമല്ലോ. അപ്പൊ അങ്ങനെ അതിന് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല അല്ലെ? പ്രൊമോട്ട് ചെയ്യരുത്. നമ്മൾ റിയൽ ആയിട്ടുള്ള അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇപ്പൊ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു, മീൻ വിൽക്കുന്നു, കറി ഉണ്ടാക്കുന്നു വീട്ടില്, പിന്നെ എന്താ പറയാ ടീച്ചറും കുട്ടിയും, അതൊക്കെ പ്രൊമോട്ട് ചെയ്യാം. പക്ഷെ അത് അവരെപ്പോഴും കാണുന്നു റിയാലിറ്റിയാണ്, റിയൽ വേൾഡുമായിട്ട് അവരെ കണക്ട് ചെയ്യുന്നതാണ്. ഫാന്റസിയിൽ നിന്ന് അവരെ നമ്മൾ
പക്ഷെ കുഞ്ഞിലെ അവര് അവർക്ക് ഭയങ്കര ഒരു ഫാന്റസി ഉണ്ട്, അതിൽ നിന്ന് അവരെ മാറ്റണം. അതെ. പിന്നെ ഡിഫൻസ് മെക്കാനിസത്തിൽ ഒന്നാണ് ഫാന്റസി വരുന്നത്. അത് അപ് ടു സർട്ടൺ ഇത് വരെ നല്ലതാണ്. ബട്ട് പറഞ്ഞില്ലേ, ഇപ്പം അച്ഛനും അമ്മയും നല്ല ഇഷ്യൂ, കുട്ടിയെ ശ്രദ്ധിക്കാൻ സമയമില്ല. കുട്ടി അപ്പം കുട്ടിയുടേതായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിച്ച് അതിന്റെ ഉള്ളിലായിരിക്കും. ഫാന്റസിന്റെ എന്താണ് യഥാർത്ഥത്തിൽ മീനിങ് മലയാളത്തില്? അതെ, സാങ്കല്പികമാണോ? ആ, ഓക്കെ ഓക്കെ. സാങ്കല്പിക ലോകം അല്ലേ? നമ്മളുടെ ടെൻഷൻസ് കുറയ്ക്കാനായിട്ട് ചില സമയത്ത് നമ്മളും അങ്ങനെ ഒരു സാങ്കല്പികം, ബട്ട് നമ്മൾ പെട്ടെന്ന് കാണും. ഏതാ ടോമാഞ്ചറി കാണും. നമ്മളിപ്പോ സങ്കല്പം ചിലപ്പോ ചിന്തിക്കും ഇങ്ങനെ ആയിരുന്നെങ്കിൽ, പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് നമ്മളതിൽ നിന്ന് വിട്ടുപോരും. പക്ഷെ മെന്റലി ഇമോഷൻസ് കൺട്രോൾ ബാലൻസ് കിട്ടാത്തവര്, മെന്റൽ ബാലൻസ് ശരിയാത്തവര്, അവർ ആ സാങ്കല്പിക ലോകത്ത് തന്നെയായിരിക്കും. അങ്ങനെ ഓരോരുത്തര് ഒരു ബന്ധമില്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് അല്ലേ? മെന്റലി ഡിസോർഡർ ആയിട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നല്ലേ സംഭവം. ഇവിടെയാണ് അപ്പം മെഡിക്കേഷൻ എടുക്കേണ്ടതും അങ്ങനെയുള്ള സെഷൻസിന് പോകേണ്ടതും തെറാപ്പിക്ക് പോകേണ്ടതൊക്കെ ആവശ്യമൊക്കെ വരുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കോൺഷ്യസ് ആണ്, അവർക്ക് അവരവിടെ അൺകോൺഷ്യസ് ആയിട്ടാണ് അവർ പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുന്നത്. നമ്മൾ കോൺഷ്യസ്, നമുക്ക് റിയാലിറ്റി അറിയാം. സോ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും. പറ്റാത്തവരാണ് ആ ഒരു സാങ്കല്പിക ലോകത്തില്. അപ്പൊ അവര് ഇല്ലാത്തവരവിടെ ഉണ്ടെന്നും അങ്ങനെ ഒരു ഇല്യൂഷനും ഹാലുസിനേഷനും ഒക്കെ വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ ചില മൂവീസിലൊക്കെ കാണിക്കുന്ന പോലെ, ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നൊക്കെ പറയും. നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നു അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെന്നോ ഒക്കെ പറയുന്നില്ല. ഇപ്പൊ ടീച്ചർ എടുത്തിട്ടുള്ള സ്റ്റേജസ് ഇല്ലേ, 3 സ്റ്റേജസ്, അത് ഇമ്പോർട്ടന്റ് ആണോ? എക്സാമിന് വരാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ്? എക്സാമിന് വരാൻ അങ്ങനെ മോണ്ടിസോറി മെത്തേഡ് മുഴുവൻ ഇമ്പോർട്ടന്റ് തന്നെയാണ്. മീൻസ് അത് എക്സാമിനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, നമുക്കത് ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. സോ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് മേ ബി നിങ്ങൾക്ക് ഒരു ലെസണിന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ചോദിക്കുക, ചിലപ്പോൾ 2 ചിലപ്പോൾ 5 ചോദിക്കാം. ഓക്കെ, ഇപ്പൊ മോഡ്യൂൾ ഫുൾ ആണെങ്കിൽ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യൻ ഒക്കെ ഇടാൻ പറ്റാറുള്ളൂ. മോഡ്യൂൾ ഫുൾ ആണെങ്കിൽ സബ്ജക്റ്റ് ആക്കുമ്പോ എത്രയാന്ന് പറഞ്ഞിട്ടില്ല, 100 തന്നെയാണോ എന്ന് അറിയില്ല. അതൊന്നും നമുക്ക് ഇൻഫർമേഷൻ വന്നിട്ടില്ല. സ്പ്രെഡ് ചെയ്ത് സബ്ജക്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ എക്സാം ആണോ? അല്ല. ആ, ഗ്രൂപ്പിൽ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അതാ ചോദിച്ചത്. ക്ലാരിറ്റി ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യൂ കേട്ടോ. ഞാൻ നിങ്ങളെ മാർക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റില് നമ്മൾക്ക് ഒരു പൊസിഷൻ തരുമല്ലോ, ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ. അപ്പൊ ഈ മാർക്ക് അതില് ബാധകമാകുമോ ഇപ്പൊ നമുക്കുള്ള എക്സാം? അത് ഫൈനൽ എക്സാം മാത്രമാണോ? ഇപ്പോഴുള്ള എക്സാം നിങ്ങളുടെ പെർഫോമൻസിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് നോട്ട് ചെയ്ത് വെക്കും? പിന്നെ തീർച്ചയായിട്ടും എനിക്കിപ്പോ കഴിഞ്ഞ 2 ബാച്ചിന്റെ മാർക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കരിയർ ലിസ്റ്റ് ഉണ്ട്, അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സേവ് ചെയ്ത് വെക്കും. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഡിസ്റ്റിങ്ഷൻ അങ്ങനെയൊക്കെ ഇല്ല, അതുപോലെ ഉണ്ടോ ഇതിലും? അത് ഇതുവരെ ഇവിടെ ഇൻഫർമേഷൻ വന്നിട്ടില്ല, കാരണം ഒരു ബാച്ച് ഇപ്പൊ ഇറങ്ങിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ അത് പറയാൻ പറ്റില്ല. അത് എങ്ങനെയാ ഡിസിഷൻ സാറൊക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും. അതാണ് ഇതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി ഇങ്ങനെ സബ്ജക്ട് ആക്കുന്നുണ്ട്, അതുകൊണ്ട് ടെൻഷൻ വേണ്ടാന്നൊന്ന് അറിയിച്ചതേ ഉള്ളൂ. അറിയില്ല, ഞാനൊന്ന് അപർണ മിസ്സുമായിട്ടൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. നേരത്തെ അറിയിക്കും, പെട്ടെന്ന് നാളെ എക്സാമിനോ അല്ലെങ്കിൽ ഇന്ന എക്സാം എഴുതാൻ അങ്ങനെ അറിയില്ലല്ലോ, നിങ്ങൾക്ക് സമയം തരും. ഓക്കെ, എന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ടിന് ആരെങ്കിലും ഉണ്ടോ? Sign out ഉണ്ട് ma'am. Hello friends, I am Hasna here to sign out. Today we have an information class by Jisha ma'am on the topic of stages of Montessori development. Reputation, first stage we already discussed last class. Second stage, development of self-discipline, and the third stage, obedience, are discussed today. And it was a good and nice class. Thank you for all the cooperation, and keep going, learn new things. Have a nice day. Thank you. Okay then, bye. Okay, miss. Bye bye. Tata.
താങ്ക് യു മിസ്. ആരോ വളരെ മിസ്സേ പതുക്കെ മിസ്സേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഏത് ടൈപ്പ് സർട്ടിഫിക്കറ്റാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ലല്ലോ, എന്താ ഉദ്ദേശിച്ചത്? ചിലയിടത്തൊക്കെ വല്ല ISO സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ പറയില്ലേ? നമുക്ക് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സർട്ടിഫിക്കറ്റ് ആണോ? അതായിരിക്കുമല്ലോ. നിങ്ങൾ അത് കനേഡിയൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ US അങ്ങനെ അഫിലിയേറ്റഡ് ആയിരുന്നു. കനേഡിയൻ എന്നാണ് സാർ എന്നോട് പറഞ്ഞൊരു ഓർമ്മ എനിക്കുള്ളത്. അതെ, നിങ്ങൾക്ക് ഓറിയന്റേഷൻ ക്ലാസ്സിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് ഞാനത് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ പിന്നീടാണ് ഇതിൽ കയറാൻ തുടങ്ങിയത്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്തു. സർട്ടിഫിക്കേഷനോ അങ്ങനെ എന്തോ ആണ്. എന്താ മിസ്സേ? കേട്ടില്ല. കനേഡിയൻ, കാനഡ. ഞങ്ങൾ അമേരിക്കൻ ആയിരുന്നു. ഓ, ഇത് കനേഡിയൻ. ഓക്കെ. താങ്ക് യു മിസ്. ടീച്ചറെ എന്നെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കണേ കറക്റ്റ് ആയിട്ട്. തീർച്ചയായിട്ടും. ഇന്ന് ഞാനൊരു 10 o'clock ആയപ്പോഴാണ് അറിഞ്ഞത് 11:30 ക്ലാസ് ഉണ്ടെന്ന്. പിന്നെ ആകെ മൊത്തം ഹരിബരിയായി. അപ്പൊ ഈ ഫുൾ ടൈം ടീച്ചർക്ക് ക്ലാസ് തന്നെയാ? അപ്പൊ ബ്രേക്ക് ഒന്നും തരില്ലേ അവര്? ആക്ച്വലി എനിക്ക് 10:30 ഇന്ന് ക്ലാസ് ഇല്ലാത്തതായിരുന്നു. പക്ഷെ എന്റെ ഒരു ക്ലാസ് ഫ്രൈഡേ അശ്വിനിസ് ആണ് എടുത്തത്, MT4-ന്. അപ്പൊ അതിന്ന് എനിക്ക് എടുക്കേണ്ട വന്നു. ടീച്ചർക്കും അറിയില്ലായിരുന്നു. എനിക്ക് ഇന്ന് ആദ്യമായിട്ടാണ് MT8-ന്റെ ക്ലാസ് വന്നത് 11:30. ടീച്ചർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ മനസ്സാരല്ലേ, ഞാൻ തന്നെ എടുത്തോളാം. അതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല പകരം എടുക്കാൻ. എല്ലാവരും ക്ലാസ് റൂമുകളിലായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ എൻഗേജ് ചെയ്യേണ്ട വന്നു. ഇനി രാത്രി നിങ്ങളുടെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയുള്ളൂ 8 മണിക്ക് ഫസ്റ്റ് ബാച്ചിന്. അതാണ് പറ്റിപ്പോയത്. ഞാൻ ഓർത്തു അപ്പൊ 10:30 ക്ലാസ്സിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 11:30 ഒന്നും ഫ്രീ ആവില്ല. എനിക്ക് കുറച്ച് വർക്ക് അല്ലാതെ എന്റെ വീട്ടിലിരുന്നൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അത് ചെയ്യാത്ത എന്റെ ചീത്തവിളി എനിക്ക് കുറെ കേട്ടു. അപ്പൊ ഫോണിലൂടെ ചീത്തവിളി കേട്ടോണ്ടിരിക്കുക. എന്റെ ടീച്ചറിനെ ആരാ ചീത്ത വിളിച്ചത്? എന്റെ ഫ്രണ്ടിന്റെ വർക്ക് തന്നെയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരൊരു ബിസിനസ് ചെയ്യുന്നതല്ലേ. ഞാൻ പറഞ്ഞു എന്നെ അതിന് ഒഴിവാക്കാൻ പറഞ്ഞു. 7 years ആയിട്ട് നമ്മള് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ, ആളുടെ പർച്ചേസ് അക്കൗണ്ട്സ് നോക്കുന്നത് ഞാനാ. സോ എന്താ പറയാ, അപ്പം ഞാൻ ഇത് ക്ലാസ്സസ് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇതൊക്കെ നല്ലപോലെ അക്കൗണ്ട്സ് ഒക്കെ അറിയുന്ന ഒരാളെ. ബിസിനസ് നല്ല ഗ്രോത്ത് ആയി. റോഡ്സിന്റെ ടേൺ ഓവർ വന്നു. ടീച്ചർ എവിടെ പോയാലും അവിടെ ഗ്രോത്ത് ഉണ്ടാവും. ടീച്ചർ ഒരു ഇതാണ്, കഴിവാണ്. അത് വന്നപ്പോഴേക്കും എനിക്ക് പേടിയായി. കാരണം നമുക്ക് ഈ അക്കൗണ്ട്സ് അത്ര വശമില്ലല്ലോ പോവാ. അല്ല, അതുമല്ല അക്കൗണ്ട്സ് നല്ലപോലെ അറിയുന്നവരൊന്നും അവര് പെട്ടെന്ന് നോക്കുന്നു. എനിക്ക് ടൈം എടുക്കും. എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ടെൻഷൻ. കാരണം ഇത്രയും കാശിന്റെ ഇടപാടല്ലേ. ആൾക്ക് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. പുള്ളിക്ക് വേറൊരാളെ ഏൽപ്പിക്കാൻ ഒരു മടി, പേടി. ടീച്ചർ ടൈം ഉണ്ടെങ്കിൽ ടീച്ചർ തന്നെ കൊണ്ടുപോകണം. ശരിക്കും മോണ്ടിസോറി ആണ് മെത്തേഡാണ് എനിക്ക് ശരിക്കും ആ ജോബ് ചെയ്യാനായിട്ട് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടോ. അതൊന്നുമല്ല, ലാംഗ്വേജ് ആണ് അവിടെ അതിനകത്ത് വേണ്ടത്. പുറത്തുള്ള സപ്ലയേഴ്സിന്റെ നമ്മൾ സാധനങ്ങൾ വാങ്ങണം, നെഗോഷിയേറ്റ് ചെയ്യണം. ഡൽഹി, മുംബൈ, കൽക്കട്ട അവിടെയൊക്കെ ഉള്ളവരാ. അപ്പൊ അവർക്ക് ഹിന്ദിയും ഇംഗ്ലീഷല്ലേ വഴങ്ങുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് നല്ലപോലെ യൂസ് ചെയ്യാൻ 1 വർഷം മോണ്ടിസോറി കോഴ്സ് ഹെൽപ്പ് ചെയ്തു. ഈ ഒരു ജോബും കൂടെ വന്നപ്പോഴേക്കും പ്രാക്ടീസ് കുറച്ചുകൂടെ കിട്ടി. ഒരു കോൺഫിഡന്റ് ആയി. നമ്മൾ ചെയ്യുന്തോറും നമ്മുടെ അറിവ് കൂടി വരും അല്ലെ? ഒരു ജോലി ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പേടിയില്ല. അല്ല, ടീച്ചറ് മോണ്ടിസോറി മെത്തേഡിൽ വർക്ക് ചെയ്തത് കൊണ്ടാണ് കൂടുതൽ നമ്മുടെ ഈ മെത്തേഡ് നമുക്ക് ടീച്ച് ചെയ്ത് തരുമ്പോൾ ടീച്ചർ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അത് അവിടുത്തെ വർക്കാണ് ഉപകരിച്ചതെന്ന് തോന്നുന്നു അല്ലേ? അതെ, വർക്ക് ചെയ്തു. 1 വർഷത്തോളം സ്കൂളിൽ വർക്ക് ചെയ്തു. പിന്നെ ഇടപെട്ടത് മുഴുവൻ കുട്ടികളുടെ ഇടയിലല്ലേ. അവരുടെ മെന്റൽ ഹെൽത്ത് ആയിരുന്നു മെയിൻ. പല ഏജിലുള്ള പിള്ളേര് വന്നല്ലോ നമ്മുടെ മുമ്പില്. അഡോളസൻ ഗ്രൂപ്പ് ആയിരുന്നു കൂടുതലും. എന്നാലും മനസ്സിലാവാൻ തുടങ്ങിയല്ലോ. നമുക്ക് ഈ മെത്തേഡ് അറിയാവുന്നതുകൊണ്ട് അവരെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ടീച്ചർ നമ്പർ ഇപ്പോഴൊന്നും തരില്ല അല്ലേ ഞങ്ങൾക്ക്? ഇപ്പൊ ഇതിൽ ആരില്ല, ആകെ 5 പേരോ 6 പേരേ ഉള്ളൂ. ഇനിയെങ്കിലും തന്നൂടെ? സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അത് നമ്മളോട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യരുതെന്ന് അവര് പറയുമ്പോ അവരുടെ പെർമിഷനിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയാലോ. അങ്ങനെ ഉണ്ടോ? ഞങ്ങൾ അങ്ങനെ ശല്യം ചെയ്യുന്നില്ല. സാറിനെ ബോധ്യപ്പെടുത്തുക.
ഓക്കെ, കുഴപ്പമില്ല. എന്തോ ഫൈനൽ ബാച്ച് കഴിയാറായി ചോദിക്കാം. ഫൈനൽ ബാച്ചോ ഫസ്റ്റ് ബാച്ചോ? ഫസ്റ്റ് ബാച്ച് അവർക്ക് ഫെബ്രുവരിക്ക് ആകുമ്പോഴേക്കും കഴിയും. പിജിയും കൂടെ കഴിയണം അവരുടെ ഒരു ഫെബ്രുവരി ടൈമില്, മാർച്ചൊക്കെ ആകുമ്പോഴേക്കും അവരുടെ വൈൻഡപ്പ് ആവും. ഓക്കെ. നമുക്ക് ടീച്ചറിനെ വെറുതെ വിടാം. ശരി, എന്നാ പോട്ടെ ടീച്ചറെ, ബൈ. ബൈ.